അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവ്, ഈ പ്രഭാതത്തിലെ അങ്ങയുടെ മക്കളെ കാത്തു കൊതിച്ചിരിക്കുകയാണ് ഈശോയെ. നിന്റെ വലതുകരത്തിൻ്റെ ഒരാശീർവാദം കിട്ടാൻ വേണ്ടി. കർത്താവെ, ഇന്ന് യാത്രയ്ക്ക് ഒരുങ്ങുന്ന ഓരോ മക്കളുണ്ട്. ഓരോ ഉദ്യമങ്ങളിലൂടെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് പോകുന്നവരുണ്ട്. ഓരോ ലക്ഷ്യങ്ങൾ മനസ്സിൽ വെച്ച് പോകുന്നവരുണ്ട്. കർത്താവെ, നിന്റെ തിരുമുറുവാർന്ന് ആണിപ്പെടുതാന്ന് വലതുകരം മക്കളുടെ ശിരസ് വെക്കണമേ. അവർ പോകുന്നിടത്തേക്കല്ല, നീ പോകുന്നിടത്തേക്കെല്ലാം ഞാൻ നിന്റെ കൂടെ വരുമെന്ന് കർത്താവ് അങ്ങ് പറഞ്ഞിട്ടുണ്ടല്ലോ ഈശോയെ. അങ്ങയുടെ സഞ്ചാര സാന്നിധ്യം അങ്ങയുടെ മക്കളുടെ കൂടെ ഉണ്ടായിരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഉദ്യോഗത്തിൻ്റെ കാര്യത്തിന് വേണ്ടി പോകുന്നവരുണ്ട്, പഠന കാര്യങ്ങൾക്ക് വേണ്ടി പോകുന്നവരുണ്ട്, ജീവിത വ്യാപാരങ്ങൾക്ക് സാമ്പത്തിക കാര്യങ്ങൾക്ക് വേണ്ടി പോകുന്നവരുണ്ട്, ജോലി സംബന്ധമായ കാര്യങ്ങൾക്ക് വേണ്ടി പോകുന്നത് അവരുടെ എല്ലാം കർത്താവിന് തിരുസേന സമർപ്പിക്കുന്നു.
ടെസ്റ്റ്, ഇൻ്റർവ്യൂ, പരീക്ഷ, അതുപോലെ ഏജൻസി, ക്രയവിക്രയങ്ങൾ, ജീവിതമാർഗങ്ങൾ, വിദൂര യാത്രകൾ, അങ്ങനെ ബന്ധുത്വം മുറക്ക് പോകുന്ന വിവാഹ യാത്രകൾ, ഈശോയെ എവിടെയെല്ലാമൊക്കെ പോകുന്നു അവിടെയെല്ലാം അങ്ങയുടെ മക്കളുടെ കൂടെ നീ ഉണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ മുഴുവൻ യാത്രകളിൽ കർത്താവ് നിൻ്റെ കൂടെ ഉണ്ടാവുകയും മാതാവ് നിൻ്റെ വലതുകരം ഗ്രഹിക്കുകയും സഞ്ചാരി മാതാവ് രാത്രി നീ തിരികെ വരുമ്പോൾ നിന്നെ ആരോഗ്യത്തോടെയും സമാധാനത്തോടെയും സുരക്ഷിതമായി ദൈവം നിന്നെ തിരികെ എത്തിക്കുകയും ചെയ്യട്ടെ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും സുരക്ഷിതം നീക്കുവാമേ. എൻ്റെ പ്രിയപ്പെട്ടവരെ, കൃപാസനം തുടങ്ങിയ കാലത്തിലെ 1987 അന്നൊക്കെ ആൾക്കാരെ ഞാൻ കാണുമ്പോൾ എൻ്റെ ഈ ആൾക്കാർക്ക് ഇന്ന് പത്രത്തിൻ്റെ ചീട്ട് പോലെ അന്നൊരു ചീട്ടുണ്ടായിരുന്നു. അതിന്മേൽ ഒരു വചനം ഉണ്ടായിരുന്നു. ആ വചനം ഇതാണ്. എന്താണ്? യെശയ്യാ 50:4. പരീക്ഷീണന് ആശ്വാസം നൽകുന്ന വാക്ക്, പരീക്ഷീണന് ആശ്വാസം നൽകുന്ന വാക്ക്, ദൈവമായ കർത്താവ് എന്നെ ശിഷ്യനെ എന്നതുപോലെ അഭ്യസിപ്പിച്ചു. അതായത് ഈ ആൾക്കാർക്ക് നമ്മൾക്ക് വാക്കുകൾ കൊടുക്കുമ്പോൾ അവർക്ക് ആശ്വാസം കിട്ടും. വാക്കിന് അങ്ങനെ ഒരു ഗുണമുണ്ട്. കർത്താവിൻ്റെ വാക്കിന് ഒരു ഗുണമുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കേൾക്കുന്നവന് ആശ്വാസം കിട്ടും. അപ്പോൾ വാക്കിലൂടെയാണ് ആശ്വാസം വരേണ്ടത്. ഇപ്പം അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരും, ഇപ്പം നമ്മൾ ഇന്നലെ കണ്ടില്ലേ, അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരും എൻ്റെ അടുക്കൽ വരിക, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. എന്നിട്ട് ഈശോ എന്താ പറഞ്ഞത്? എങ്ങനെ ആശ്വസിപ്പിക്കണത്? മത്തായി 11:29. ഞാൻ ശാന്തശീലനും വിനീത ഹൃദയനുമാകയാൽ എന്റെ നുകം വഹിക്കുകയും എന്നിൽ നിന്ന് പഠിക്കുകയും ചെയ്യും, അപ്പോൾ നിങ്ങൾക്ക് ആശ്വാസം ലഭിക്കും. അതാണ് വിഷയം. അല്ല, ആശ്വാസം ഇങ്ങനെ അരക്കൽ തൂക്കി തരികയല്ല, അല്ലെങ്കിൽ ഒരു ഗ്ലാസ് ഒഴിച്ചു തരികയല്ല കുടിക്കാൻ വേണ്ടി. എന്നിൽ നിന്ന് പഠിക്കുവേൻ. കർത്താവ് വചനത്തെ മാംസമായ ആളാണ്. ആ വചനം മാംസമായ ആള് ഈ ഭൗതികമായ സാഹചര്യത്തിൽ വരുമ്പോൾ എടുക്കുന്ന നിലപാടുകളാണ് ശരിക്കും വചനാധിഷ്ഠിതമായ നിലപാട്. അതാണ് നമുക്ക് ആശ്വാസം തരേണ്ടതെന്നാണ് പറയുന്നത്. ആ വചനാധിഷ്ഠിതമായ നിലപാട്, നിങ്ങൾ എന്നിൽ നിന്ന് പഠിക്കുവേൻ, അപ്പോൾ നിങ്ങൾക്ക് ആശ്വാസം ലഭിക്കുമെന്ന് പറയണം. അപ്പോൾ കർത്താവിൽ നിന്ന് പഠിക്കണതിൻ്റെ ഒന്നാമത്തെ കാര്യം എന്താണ്? ഞാൻ ശാന്തശീലനാണെന്ന്. ഇപ്പം വ്യഗ്രത, ഇപ്പം ഈശ്വര വാക്ക് പറഞ്ഞില്ലേ, ശാന്തശീലർ അനുഗ്രഹരാകുന്നു, അവർ ഭൂമി കൈവശമാക്കും. മത്തായി 5:5. ശാന്തശീലർ ഭാഗ്യവാന്മാർ. ശാന്തശീലരാണെങ്കിൽ അവർ ബ്ലെസ്സഡ് ആണ് എന്നാ പറയണേ. അവർ ഭൂമി അവകാശമാക്കും. അപ്പൊ ഇതിന്റെ ഒരു ഷാഡോ വേർഡുണ്ടേ. ശാന്തശീലൻ ബ്ലെസ്സഡ് ആണ്. അപ്പൊ കർത്താവ് വാക്ക് ഉപയോഗിക്കുമ്പോഴേ ഈ ശാന്തശീലർ എന്ന് പറയുമ്പോൾ അവർ അനുഗ്രഹമെന്ന് പറയുമ്പോൾ തന്നെ അതിൻ്റെ ഓപ്പോസിറ്റ് വാക്ക് കർത്താവ് ഉപയോഗിക്കുന്നുണ്ട്. എന്താണ്? ശപിക്കപ്പെട്ടവരെ എന്ന് പറയും. അതെന്താണ്? നിങ്ങൾ എന്നിൽ നിന്ന് അകന്നു പോകുവിനെന്ന് പറയും. അപ്പം അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരും എൻ്റെ അടുക്ക് വരിക പറയുന്നതും കർത്താവാണ്. ശപിക്കപ്പെട്ടവരെ അകന്നു പോകാൻ പറയണതും കർത്താവാണ്. അപ്പം അടുത്ത് പറയണത് എന്താണ്? ശാന്തശീലർ അനുഗ്രഹരാകുന്നു എന്ന് പറയും. എന്താ കാര്യം? ശാന്തശീലർ ഭൂമി കൈവശമാക്കും. എന്താ ഭൂമി വെച്ചാൽ ലക്ഷ്യം, നമ്മുടെ ജീവിത ലക്ഷ്യം കൈവശമാക്കണത് ദൈവത്തിൻ്റെ കൂടെ ആകുമ്പോൾ നമ്മൾ ചിലപ്പോൾ ചില കാര്യങ്ങൾ ഭയങ്കര സ്പീഡായിരിക്കും, പക്ഷെ ചില കാര്യങ്ങൾ സ്ലോ ആയിരിക്കും. അതെന്താ കാരണം? ഇപ്പോൾ OET പരീക്ഷ എഴുതിയ ആൾക്കാർ അവർ റിസൾട്ട് നോക്കാൻ വേണ്ടി എന്തുമാത്രം വ്യഗ്രത കൊണ്ട് അല്ലേ, പഠിക്കാൻ വേണ്ടി എന്തുമാത്രം വ്യഗ്രത, എന്തുമാത്രം ആൾക്കാരോട് കോമ്പറ്റീറ്റ് ചെയ്താണ് അവർ പഠിക്കണത്. എന്നിട്ട് ദൈവത്തോട് നമ്മൾ അതിൻ്റെ IELTSനൊക്കെ സ്കോർ, ഇംഗ്ലണ്ട് സ്കോർ, അതുപോലെ തന്നെ അയർലൻഡ് സ്കോർ എന്നൊക്കെ പറഞ്ഞ് ഓരോ രാജ്യത്ത് ഓരോ സ്കോർ വെച്ച് പഠിക്കുക. പക്ഷേ ഇപ്പോൾ ഈ IELTS
OIT ചിലടത് വെറുതെ ഇനാക്റ്റീവായിട്ടിരിക്കുകയാണ്. ഇനി ആ രാജ്യങ്ങളൊക്കെ രണ്ടാമത് ആൾക്കാരെടുക്കാൻ തുടങ്ങണം. അപ്പം ദൈവത്തിന് ഇത് അറിയാവുന്ന കാരണം ദൈവം ഒരു 3 മാസം മുമ്പ് തന്നെ IELTS ഈ രാജ്യത്തിൻ്റെ വാതിലിനെ അടക്കാൻ പോണ ദൈവത്തിന് അറിയാവില്ല. അപ്പം ദൈവം ചിലപ്പോൾ അത് തരത്തില്ല നമുക്ക്. അപ്പം ആ ഒരു സ്ലോ ഡൗൺ ഉണ്ടാകും. അപ്പം നമ്മളെന്ത് ചെയ്യണം? തന്നില്ലെന്ന് പറഞ്ഞ് വ്യഗ്രതരായി ദൈവത്തിനെ കുറ്റം പറഞ്ഞ് ചിലപ്പോൾ അതുപോലെ തന്നെ നമ്മൾ പ്രാർത്ഥനയും കുറച്ച് ഈ ഒരു ഇഡിയറ്റായിട്ട് നമ്മൾ ദൈവദൃശ്യനെ പെരുമാറും. അതാണ് ഈശോ പറഞ്ഞത്, ശാന്തശീലർ അനുഗ്രഹരാകുന്നു. അപ്പം ദൈവികമായ പദ്ധതി നോക്കിപ്പാർത്തിരിക്കാനും ആവശ്യമില്ലാത്ത വ്യഗ്രത ഒന്നിരത്തും കാണിക്കാതിരിക്കാനും എന്നിൽ നിന്ന് അത് പഠിക്കേണ്ട വിഷയമാണെന്ന് ഈശോ പറയണത്. പഠിക്കണം എന്ന് പറയുമ്പോൾ അത് ഒരു പ്രോസസ്സാണത്, പ്രക്രിയയാണ്. അപ്പം അതിൻ്റെ അകത്തൊരു കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് ഏറ്റവും നല്ലത് അമ്മയായിരുന്നു. അമ്മ എല്ലാം ഹൃദയത്തിൽ സംഗ്രഹിക്കുമായിരുന്നു. 33 കൊല്ലം കഴിഞ്ഞിട്ടല്ലേ, അല്ല 30 കൊല്ലം കഴിഞ്ഞിട്ടല്ലേ ഈശോയിലെ ദൈവികമായ പദ്ധതി പ്രകടിപ്പിക്കപ്പെട്ടത്. ആ 30 കൊല്ലം എന്ന് പറയണത് അമ്മയുടെ ശാന്തശീലത ആണ്. ആ ശാന്തശീലതയാണ് ഹൃദയത്തിൽ സംഗ്രഹിച്ച് എല്ലാ പ്രതികൂലങ്ങളെയും ദൈവത്തിൻ്റെ വചനത്തിൽ വിശ്വസിച്ച് അമ്മ കാത്തിരുന്ന് 30ാമത്തെ വയസ്സിലാണ് യേശു സ്വയം പ്രകാശിതനാകണത്. അതും അങ്ങനെ കാത്തിരുന്നത് കൊണ്ടാണ് അമ്മയോട് പറഞ്ഞത്, നീ 30 കൊല്ലം കാത്തിരുന്നില്ലേ നിൻ്റെ ഈശോയുടെ ദൈവികമായ ദൗത്യം കാണാൻ, അതുകൊണ്ട് താക്കോല് നിൻ്റെ കയ്യിരിക്കട്ടെ, നീ തന്നെ അവൻ്റെ ദൈവപ്രകാശം മനുഷ്യനെ വെളിപ്പെടുത്തി കൊടുക്കൂ എന്നും പറഞ്ഞ് കാനായിലെ കല്യാണത്തിൽ കർത്താവിൻ്റെ ദൈവപ്രകാശം മഹത്വത്തെ തെളിയിക്കാൻ മറിയത്തിന് മഹത്വത്തിൻ്റെ താക്കോലാകുന്നത് അങ്ങനെയാണ്. ശാന്തശീലർ മറിയത്തെപ്പോലെ അനുഗ്രഹരാകുന്നു, അവർ ഭൂമി കൈവശമാക്കും. എൻ്റെ പേര് സ്റ്റെഫി, ഞാൻ വൈക്കത്തു നിന്നാണ് വരുന്നത്. 2024 നവംബറിലാണ് ഞാൻ ആദ്യമായി ഉടമ്പടി എടുക്കുന്നത്. ഞാൻ ഉടമ്പടി എടുക്കാനുണ്ടായ കാര്യം എന്ന് പറഞ്ഞാൽ, ഞാൻ എൻ്റെ 12th കഴിഞ്ഞപ്പോൾ ജർമ്മൻ പഠിക്കാൻ വേണ്ടിയിട്ട് പോയായിരുന്നു. അപ്പോൾ എനിക്ക് എൻ്റെ ബ്രദർ ജർമ്മനിയിലാണ്. അപ്പോൾ ചേട്ടനാണ് എന്നോട് പറഞ്ഞത് ജർമ്മനിക്ക് പോവാം, അവിടെ ആകുമ്പോൾ നമുക്ക് നല്ല എഡ്യൂക്കേഷൻ ആയിരിക്കും, ഫ്രീ എഡ്യൂക്കേഷൻ ആയിരിക്കും. അപ്പോൾ ചേട്ടൻ തന്നെ എനിക്കൊരു ഇൻസ്റ്റിറ്റ്യൂഷനും സജസ്റ്റ് ചെയ്ത് തന്നായിരുന്നു. അപ്പോൾ ഞാൻ A1 കയറിയ ടൈമിൽ എനിക്ക് മൊത്തത്തിലൊരു സഫക്കേഷൻ ആയിരുന്നു. ഒട്ടും എനിക്ക് പറ്റുന്നില്ലായിരുന്നു. ആ സ്ഥലവും പരിചയമില്ലാത്ത ആൾക്കാർ, ഇത്രയും നാൾ ഇംഗ്ലീഷ് പഠിച്ചിട്ട് പെട്ടെന്ന് ജർമ്മനിലോട്ട് വരുമ്പോൾ പ്രൊനൗൺസിയേഷനൊക്കെ ആണെങ്കിൽ ഫുൾ ഡിഫറെൻ്റ് ആയിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഡ്രോപ്പ് ആക്കേണ്ടി വരുമെന്നാണ് വിചാരിച്ചത്, എന്നെക്കൊണ്ട് പറ്റത്തില്ല. അപ്പോൾ അവിടെ കൂടെ ഉണ്ടായിരുന്ന കുറേ പേരൊക്കെ ഡ്രോപ്പാക്കി. പക്ഷേ ഒരു 1.5 ആഴ്ച കഴിഞ്ഞപ്പോൾ എനിക്ക് പിന്നെ സെറ്റായി വന്നു. അങ്ങനെ എനിക്ക് നല്ല രീതിക്ക് തന്നെ എൻ്റെ A1 പാസ്സായി, A2 പാസ്സായി, B1ഉം B2 പാസ്സായി. അങ്ങനെ B2 പഠിച്ചുകൊണ്ടിരുന്ന ടൈമിൽ നമുക്കിങ്ങനെ പ്രാക്ടീസൊക്കെ ചെയ്യും. നമുക്ക് 4 മൊഡ്യൂൾസാണ് വരുന്നത്, ലിസണിങ്ങും റീഡിങ്ങും റൈറ്റിങ്ങും സ്പീക്കിങ്. അപ്പോൾ എനിക്ക് ലിസണിങ്ങും റീഡിങ്ങും ഭയങ്കരമായിട്ടും പാടായിരുന്നു. നമുക്ക് ഇപ്പോൾ 30-ലാണെങ്കിൽ 18 മാർക്ക് വേണം പാസിംഗ് മാർക്ക്. അപ്പോൾ അതിനെ 100-ലോട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ 60 മാർക്കായിരിക്കും വരുന്നത്. അപ്പോൾ എനിക്ക് ഇതുവരെ ഒരു പാസിംഗ് മാർക്ക് എനിക്ക് കിട്ടിയിട്ടില്ല. ഒരു 16, 17 മാക്സിമം വന്ന 17, അതിന് അപ്പുറത്തോട്ട് എനിക്ക് പോവാറില്ലായിരുന്നു. പക്ഷേ എനിക്ക് സ്പീക്കിങ്ങിൽ ഭയങ്കര ഒരു കോൺഫിഡൻസ് ആയിരുന്നു, ഒരു ഓവർ കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. എനിക്ക് നന്നായിട്ട് പറയാൻ പറ്റും, ഞാൻ എന്നെ പറഞ്ഞാൽ ഞാൻ പാസ്സാവുമെന്ന് എനിക്കൊരിതുണ്ടായിരുന്നു. റൈറ്റിംഗ് ആണെങ്കിലും എനിക്ക് കുഴപ്പമില്ലായിരുന്നു. ആ ഒരു ടൈമിൽ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഫ്രണ്ട്സൊക്കെ ഞങ്ങളുടെ മാർച്ചിലാണ് ക്ലാസ് കഴിയുന്നത്, ഏപ്രിലിൽ ഡേറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് വിചാരിച്ചു. അപ്പോൾ എനിക്ക് പുറത്ത് പോയി എക്സാം എഴുതുന്നതിനോട് വല്ല താല്പര്യമില്ലായിരുന്നു. ഞാൻ കേരളത്തിൽ തന്നെ എഴുതാമെന്ന് വിചാരിച്ചു. അപ്പോൾ കേരളത്തിൽ 2 സെൻറ്ററാണ് വരുന്നത്, ട്രിവാൻഡ്രം, കൊച്ചി. അപ്പോൾ അവിടെ നമുക്ക് മെയിൽ ത്രൂ ആണ് നമ്മൾ ഡേറ്റ് എടുക്കുന്നത്, നമുക്ക് സെൽഫായിട്ട് തന്നെ എടുക്കാൻ പറ്റും, ഏജൻറ്റിന് വെറുതെ ക്യാഷ് കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഞങ്ങളെല്ലാവരും അയച്ചു. നമ്മുടെ ക്ലാസ് കഴിഞ്ഞൊരു 1 വീക്ക് കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും മെയിൽ വന്നു, എനിക്ക് മാത്രം മെയിൽ വരുന്നില്ല. ഈ ഒരു ടൈമിൽ ഞാൻ ഉടമ്പടിയിലല്ലായിരുന്നു, പക്ഷേ എൻ്റെ മമ്മിയുടെ ഉടമ്പടി ഞാൻ ചെല്ലുന്നുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് മെയിൽ വന്നില്ല. അതിൻ്റെ ഇടയ്ക്ക് ഞങ്ങളുടെ എക്സാമിൻ്റെ റിസൾട്ട് വന്നു. എനിക്കാണെങ്കിൽ 100-ൽ 91 ഉണ്ടായിരുന്നു. എൻ്റെ 4 മൊഡ്യൂൾ ഞാൻ പാസ്സായി. ഇൻസ്റ്റിറ്റ്യൂഷനിൽ സ്പീക്കിങ്ങിനാണെങ്കിൽ 91 മാർക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് പിന്നെ എൻ്റെ കോൺഫിഡൻസ് കൂടി. അപ്പോൾ ഞാൻ വിചാരിച്ചെങ്കിൽ വേറെ സ്ഥലത്ത് കേരളത്തിന് പുറത്തെടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ എനിക്ക് തോന്നി കോയമ്പത്തൂർ എടുക്കാം, കോയമ്പത്തൂർ ആകുമ്പോൾ എൻ്റെ റിലേറ്റീവ് അവിടെ ഉണ്ട്, അപ്പോൾ നമുക്ക് അക്കോമഡേഷൻ്റെ കാര്യമൊക്കെ ആണെങ്കിൽ പേടിക്കേണ്ട ആവശ്യമില്ല.
അപ്പോൾ ഞാൻ അവിടെ ഡേറ്റ് എടുക്കുന്ന ടൈമിൽ ഞാൻ ഏപ്രിലാണ് ഡേറ്റ് എടുക്കണേ. അപ്പോൾ അവർ പറഞ്ഞു 8 മണിക്ക് എക്സാം സ്റ്റാർട്ട് ചെയ്യുമെന്ന് പറഞ്ഞാൽ എക്സാം സ്റ്റാർട്ട് ചെയ്തത് 12 മണിയായപ്പോഴാണ്. അപ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷനായി, ഭയങ്കരമായിട്ടും വേർത്ത്, ഭയങ്കരമായിട്ട് പേടിയായി. അപ്പോൾ എക്സാമിന് കയറുന്ന ടൈമിൽ ഫസ്റ്റ് സ്പീക്കിംഗ് ആയിരുന്നു. സ്പീക്കിങ്ങിന് അവർ അത്യാവശ്യം കുഴപ്പമൊന്നുമില്ലായിരുന്നു. ഞാൻ പറഞ്ഞു, ഇപ്പം നമ്മളൊരു ടോപ്പിക്കിനെ പറ്റി പറയണം, അപ്പം അതിൻ്റെ ബേസിൽ അവർ ക്വസ്റ്റ്യൻ ചോദിക്കും. അപ്പോൾ ക്വസ്റ്റ്യൻ ആണെങ്കിൽ ഇപ്പം മലയാളത്തിൽ എന്നോട് ഒരാൾ എങ്ങനെ ക്വസ്റ്റ്യൻ ചോദിക്കുന്നു അതിനോട് ആൻസർ ഞാൻ അങ്ങനെ പറയുന്നു, അതുപോലെ എനിക്ക് പറയാൻ പറ്റി. അപ്പോൾ എനിക്ക് എൻ്റെ കോൺഫിഡൻസ് കൂടി. ഞാൻ വിചാരിച്ചു എന്തായാലും സ്പീക്കിങ് പാസ്സാവുമെന്ന് വിചാരിച്ചു. ഇറങ്ങി വന്നപ്പോൾ പിന്നെ ആഫ്റ്റർനൂൺ ആയിരുന്നു എൻ്റെ ലിസണിങ്ങും റീഡിങ്ങും വന്നത്. അതെനിക്ക് ഒട്ടും പ്രതീക്ഷയില്ലായിരുന്നു, കാരണം ഇതുവരെ ഞാൻ അങ്ങനെ പ്രാക്ടീസ് ചെയ്തപ്പോൾ ഞാൻ പാസ്സായിട്ടില്ല. അപ്പോൾ എന്തായാലും എനിക്ക് ഫെയിലാവുമെന്ന് എനിക്കൊരു തോന്നിയായിരുന്നു. അപ്പോൾ ഞാൻ മാതാവിനോട് പ്രാർത്ഥിക്കുന്ന ഒരാളല്ലായിരുന്നു, ഞാൻ ഈശോയോട് പ്രാർത്ഥിക്കുന്ന ഒരാളായിരുന്നു. പിന്നെ അന്തോണിസ് പുണ്യാളനോട് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. ഞാൻ ഓൾ ഓവർ ഞാൻ മാതാവിനോട് പ്രാർത്ഥിക്കും, പക്ഷേ കൃപാസന മാതാവിനോട് എടുത്ത് ഞാൻ പ്രാർത്ഥിക്കില്ലായിരുന്നു, എനിക്കൊരു പേടിയായിരുന്നു. അപ്പോൾ ഞാൻ എൻ്റെ ലിസണിങ് റീഡിങ് നോക്കിയപ്പോൾ എനിക്കൊന്നും അറിയാൻ പാടില്ല, പേപ്പർ നോക്കിയിട്ട് ഒന്നും മനസ്സിലാവുന്നില്ല. ഞാനപ്പോൾ അന്തോണിസ് പുണ്യാളൻ എന്നെ പാസ്സാക്കാമെന്ന് ഞാൻ ജസ്റ്റ് ചോദിച്ചു. ഞാൻ എടുത്ത് നോക്കി, എനിക്കെല്ലാം മനസ്സിലാവുന്നുണ്ട്, പിന്നെ ആൻസറൊക്കെ എനിക്ക് എവിടെയാണെന്ന് മനസ്സിലാവുന്നുണ്ട്. ഞാൻ അങ്ങനെ അത് കഴിഞ്ഞു. റൈറ്റിംഗ് ആണെങ്കിലും കുഴപ്പമില്ലാത്ത രീതിയിൽ അത് കഴിഞ്ഞു. റിസൾട്ട് വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ കോൺഫിഡൻ്റ് ആയിട്ടുള്ള എൻ്റെ റൈറ്റിങ്ങും സ്പീക്കിങ്ങും ഫെയിലായി. ഞാൻ തോക്കുമെന്ന് വിചാരിച്ച എൻ്റെ ലിസണിങ് റീഡിങ് ഞാൻ പാസ്സായി. അത് കഴിഞ്ഞിട്ട് എനിക്ക് ഭയങ്കര കരച്ചിലൊക്കെ ആയി, നമുക്ക് വല്ലാത്ത വിഷമമായി, കാരണം വിചാരിച്ചില്ലാത്ത രീതിയിൽ തോൽവി വന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ പ്രാർത്ഥിക്കാൻ തുടങ്ങി, കൃപാസന മാതാവിനോട് പ്രാർത്ഥിക്കാൻ തുടങ്ങി, മമ്മിയുടെ ഉടമ്പടി ഏറ്റെടുത്ത് എല്ലാം തുടങ്ങി. അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ ഡേറ്റ് എടുത്തു. പിന്നെ ഞാൻ ട്രിവാൻഡ്രത്താണ് ഡേറ്റ് എടുത്തത്. അപ്പോൾ ഞാൻ ഉടമ്പടി വസ്തുക്കളൊക്കെ ഉപയോഗിച്ചിട്ടായിരുന്നു പോയത്. പക്ഷേ എക്സാമിൻ്റെ ടൈമിൽ എനിക്ക് റൈറ്റിംഗ് ഞാൻ ഭയങ്കരമായിട്ട് പ്രാക്ടീസ് ചെയ്യുന്ന ഒരാളായിരുന്നു. പ്രത്യേകിച്ച് സ്പീക്കിങ് എനിക്ക് ഭയങ്കരമായിട്ടും ഇഷ്ടപ്പെടുന്ന ഒരു മൊഡ്യൂളായതുകൊണ്ട് തന്നെ ഞാൻ ഭയങ്കരമായിട്ടും ഒരു ഓവർനൈറ്റൊക്കെ ഇരുന്ന് പഠിക്കുമായിരുന്നു. 2 മണി വരെ ഇരുന്നൊക്കെ പഠിച്ച് വെളുപ്പിന് എഴുന്നേൽക്കുന്ന ഒരു ടൈപ്പായിരുന്നു ഞാൻ. പക്ഷേ പ്രയോജനമൊന്നുമില്ലായിരുന്നു. പിന്നെ ഞാൻ ട്രിവാൻഡ്രത്ത് പോയി കഴിഞ്ഞപ്പോൾ മോർണിംഗ് ആയിരുന്നു എൻ്റെത് റൈറ്റിംഗ് വന്നിരിക്കുന്നത്. റൈറ്റിംഗ് എനിക്ക് നന്നായിട്ട്, ഞാൻ പഠിച്ച ടോപ്പിക്കായിരുന്നു, റിവൈസ് ചെയ്ത ടോപ്പിക്കായിരുന്നു, നന്നായിട്ട് ഞാൻ എഴുതി. ഉച്ചയായപ്പോഴായിരുന്നു എൻ്റെ സ്പീക്കിങ്. പക്ഷേ സ്പീക്കിങ്ങിന് വന്നപ്പോൾ നമ്മുടെ എക്സാമിനേഴ്സൊക്കെ ഭയങ്കരമായിട്ടൊരു റൂഡായിട്ട് പെരുമാറുന്ന രീതിയിലായിരുന്നു. നമ്മളോട് വല്ലാത്ത രീതിയിൽ ഷൗട്ട് ചെയ്യുന്ന രീതിയിൽ, ഇങ്ങനെ കരയിപ്പിക്കുന്ന രീതിയിലൊക്കെ ആയിരുന്നു. ഞാൻ എക്സാം കഴിഞ്ഞപ്പോൾ കരഞ്ഞാണ് ഇറങ്ങിയത്. അപ്പോൾ എനിക്ക് എന്തായാലും തോന്നി സ്പീക്കിംഗ് എന്തായാലും ഞാൻ ഫെയിലാവുമെന്ന് എനിക്ക് തോന്നിയായിരുന്നു. പക്ഷേ റൈറ്റിംഗ് ഞാൻ പാസ്സാവുമെന്ന് വിചാരിച്ചു. പക്ഷേ റിസൾട്ട് വന്നപ്പോൾ ഞാൻ രണ്ടും ഫെയിലായി. അപ്പോൾ എനിക്കത് ഭയങ്കരമായിട്ടും വിഷമമായി. ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചതാണല്ലോ എന്ന് വിചാരിച്ചു. എന്നിട്ട് പിന്നെ എനിക്ക് മനസ്സിലായി, ഇനി മറ്റുള്ളവരുടെ ഉടമ്പടി നോക്കിയിട്ട് കാര്യമില്ല, ഞാൻ സ്വന്തമായിട്ട് തന്നെ ഉടമ്പടി എടുക്കേണ്ടി വരും. അതുകൊണ്ട് നവംബറിൽ ഞാൻ ഉടമ്പടി എടുത്തു. ഉടമ്പടി എടുത്തപ്പോൾ ഞാൻ നവംബറിൽ ഉടമ്പടി എടുത്തു. പിന്നെ ഡിസംബറിലോട്ട് ഡേറ്റ് നോക്കിയിട്ട് എനിക്ക് കിട്ടിയില്ല. പിന്നെ എനിക്ക് ഫെബ്രുവരിയിലാണ് എനിക്ക് ഡേറ്റ് കിട്ടിയത്. എനിക്ക് പിന്നെയും ട്രിവാൻഡ്രം തന്നെ കിട്ടിയത്. എനിക്ക് പേടിയുണ്ടായിരുന്നു, പോയി ഫെയിലായ സ്ഥലത്ത് പിന്നെയും പോകണമല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട്. അപ്പോൾ ഞാൻ നന്നായിട്ട് തന്നെ പ്രാക്ടീസ് ചെയ്തു. സ്പീക്കിങ് റൈറ്റിംഗ് ഒക്കെ ആണെങ്കിൽ ഒരുപാട് എഴുതി നോക്കി, സ്പീക്കിംഗ് ആണെങ്കിലും ഒരുപാട് പ്രാക്ടീസ് ചെയ്തു. അപ്പോൾ രാവിലെ ആയിരുന്നു റൈറ്റിംഗ് വന്നിരുന്നത്. റൈറ്റിങ്ങിൻ്റെ ടൈമിൽ ഞാൻ എൻ്റെ ഉടമ്പടി തൈലം നെറ്റിയിൽ കുരിശടയാളം വരട്ടിയും അതുപോലെ തന്നെ തേൻ കഴിച്ചിട്ടുണ്ടായിരുന്നു. ഉടമ്പടി കാശുരൂപ എൻ്റെ ഡ്രസ്സിൽ പിൻ ചെയ്തിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ റൈറ്റിങ്ങിൻ്റെ ടൈമിൽ ഞാൻ റിവൈസ് ചെയ്തപ്പോൾ ആ ടോപ്പിക്ക് അങ്ങോട്ട് നോക്കിയില്ലായിരുന്നു. പക്ഷേ എനിക്ക് നോക്കിയപ്പോൾ എനിക്കൊന്നും അറിയാൻ പാടില്ല. നമ്മൾ ടോട്ടൽ 6 പാരഗ്രാഫ് എഴുതണം. പക്ഷേ എനിക്ക് 2 പാരഗ്രാഫ് ഞാൻ കഷ്ടിച്ച് എഴുതി. പക്ഷേ എനിക്കൊന്നും അറിയാൻ പാടില്ല. എനിക്ക് എന്തായാലും തോന്നി എന്തായാലും ഫെയിലാവും, ഞാൻ ഒന്നും എഴുതിയിട്ടില്ല. എന്നിട്ട് പിന്നെ ഉച്ചയ്ക്കായിരുന്നു എൻ്റെ സ്പീക്കിംഗ് നല്ല ഈസി ആയിരുന്നു, നന്നായിട്ട് ഞാൻ പറഞ്ഞു. റിസൾട്ട് വന്നപ്പോൾ നേരെ ഓപ്പോസിറ്റാണ്. ഫെയിലാവുമെന്ന് വിചാരിച്ച എൻ്റെ റൈറ്റിംഗ് ഞാൻ 71 മാർക്കിൽ ഞാൻ പാസ്സായി. 60 മാർക്കാണ് പാസ് മാർക്ക്. അതെനിക്ക് ഉറപ്പാണ്. നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് ആണ്. ഞാൻ ഒന്നും എഴുതിയിട്ടില്ല എൻ്റെ പേപ്പറിൽ. എനിക്കിപ്പോഴും അറിയാം ഞാൻ കോൺഫിഡൻ്റ് ആയിട്ടുള്ള എൻ്റെ സ്പീക്കിംഗ് ഞാൻ തോക്കുകയും ചെയ്തു. പിന്നെ ഞാൻ ഒരിക്കൽ കൂടി ഡേറ്റ് എടുത്തു. അപ്പോൾ ആ ഒരു ടൈമിൽ അച്ഛനെ കണ്ടായിരുന്നു. പക്ഷേ അച്ഛനെ കണ്ടിട്ട് മാത്രം കാര്യമില്ല, ഞാൻ എൻ്റെ ഉടമ്പടിയും കൂടെ കറക്റ്റായിട്ട് ചെയ്യണമായിരുന്നു. ഞാനന്ന് ശരിക്കും ഉഴപ്പി, എൻ്റെ ഉടമ്പടി ഞാൻ നല്ല വൃത്തിക്ക് ഉഴപ്പിയായിരുന്നു. എന്നിട്ട് എനിക്ക് റിസൾട്ട് വന്നപ്പോൾ എൻ്റെ സ്പീക്കിംഗ് ഞാൻ ഫെയിലായി. അപ്പം പിന്നെ ഞാൻ മടുത്തു. എക്സാം എഴുതി ഒരുപാട് ക്യാഷുമായി. പിന്നെ ശരിക്കും മടുത്ത്, കുറേ നാളായി പോണില്ലേ എന്ന് ആൾക്കാർ ചോദിക്കുന്നു. ശരിക്കും നമ്മൾ വല്ലാത്തൊരു മടുപ്പായി. പിന്നെ ഞാനെങ്കിൽ വിചാരിച്ചു ഏജൻസി ഡീൽ കൊടുക്കാം പുറത്ത്. എൻ്റെ ഫ്രണ്ട്സ് പറഞ്ഞു 3 മൊഡ്യൂളുണ്ടായതുകൊണ്ട് നമുക്ക് പുറത്തോട്ട് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ പഠിച്ച ഇൻസ്റ്റിറ്റ്യൂഷനിൽ തന്നെ ചോദിച്ചപ്പോൾ പറഞ്ഞു 4 മൊഡ്യൂളുണ്ടെങ്കിലേ പറ്റത്തുള്ളൂ, 3 മൊഡ്യൂളുകാർ ഇപ്പോൾ അവരെടുക്കുന്നില്ലെന്നാണ് പറഞ്ഞത്. പക്ഷെ പെട്ടെന്ന് ഒരു ഓഗസ്റ്റിൽ എനിക്ക് എൻ്റെ കോൺട്രാക്റ്റ് വന്നു വിത്തൗട്ട് ഇൻ്റർവ്യൂ. ഞാൻ മാതാവിനോട് പറഞ്ഞായിരുന്നു എനിക്ക് ഇൻ്റർവ്യൂ ഇല്ലാണ്ട് എനിക്ക് തരാമോ, എനിക്ക് ഇൻ്റർവ്യൂ എനിക്ക് പേടിയാണ്,
കാരണം അവിടെ എന്ന് വെച്ചാൽ ജർമ്മൻസ് തന്നെയാണ് ഇൻ്റർവ്യൂവിന് എടുക്കുന്നത്. അവരുടെ ലാംഗ്വേജ് നമുക്ക് പെട്ടെന്ന് മനസ്സിലാവണമെന്നില്ല. അപ്പം ഞാൻ പറഞ്ഞപ്പോൾ മാതാവ് എനിക്ക് അതുപോലെ തന്നെ തന്നു. വിത്തൗട്ട് ഇൻ്റർവ്യൂവിൽ എനിക്ക് എൻ്റെ കോൺട്രാക്റ്റ് കൈ കിട്ടി. കോൺട്രാക്റ്റ് കിട്ടിക്കഴിഞ്ഞപ്പോൾ പിന്നെ അടുത്ത ടെൻഷൻ എന്ന് പറഞ്ഞാൽ വിസയ്ക്ക് ഡേറ്റ് കിട്ടുന്നില്ലായിരുന്നു. VFSൽ ഭയങ്കരമായിട്ടും പ്രശ്നമായിരുന്നു. അപ്പോൾ ആ ഒരു ടൈമിൽ ഫുള്ള് റിജക്ഷനൊക്കെ വന്ന ടൈമായിരുന്നു. അപ്പോൾ ആ ടൈമിൽ തന്നെ സർട്ടിഫിക്കറ്റിന് വാലിഡിറ്റിയും വന്നു. 1 ഇയർ എഗോ ആയിട്ടുള്ള സർട്ടിഫിക്കറ്റ്സൊക്കെ അവർ റിജക്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. എൻ്റെ 2 പേപ്പർ 1 ഇയർ എഗോ ആയിരുന്നു, ഒരെണ്ണം മാത്രമായിരുന്നിട്ടുള്ളൂ 1 ഇയറിന് താഴെയിട്ടുണ്ടായിരുന്നേ. അപ്പോൾ പെട്ടെന്ന് എനിക്കൊരു ദിവസം ഓഗസ്റ്റിലും കിട്ടിയില്ല, സെപ്റ്റംബറിലും ഡേറ്റ് കിട്ടിയില്ല. പെട്ടെന്ന് എനിക്ക് ഒക്ടോബർ 29 എനിക്ക് ബാംഗ്ലൂർ ഡേറ്റ് കിട്ടി. ഡേറ്റ് കിട്ടിയ ടൈമിലാണെങ്കിലും ഞാൻ ഒരുപാട് ടെൻഷനായി. ആ ഒരു ടൈമിൽ എൻ്റെ ഉടമ്പടി പുതുക്കുന്ന ടൈമായിരുന്നു. ഇവിടെ ഉടമ്പടി പുതുക്കാൻ വന്നപ്പോൾ ഞാൻ മാതാവിനോട് പറഞ്ഞു, ഞാൻ വിശ്വസിച്ചോളാം, എനിക്ക് മാതാവിൻ്റെ രൂപം പ്രദക്ഷിണ സമയത്ത് കിട്ടുവാണെങ്കിൽ എനിക്ക് എന്തായാലും എൻ്റെ വിസ കിട്ടും എന്ന് ഞാൻ ഉറപ്പിക്കുമെന്ന് പറഞ്ഞു. എനിക്ക് ലോട്ടറി എടുത്തപ്പോൾ എനിക്ക് മാതാവിൻ്റെ രൂപ കിട്ടിയത്. അപ്പോൾ എനിക്ക് ഉറപ്പായി ഞാൻ എന്തായാലും വിസ എനിക്ക് കിട്ടും. അപ്പോൾ വിസ ബാംഗ്ലൂരിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ലായിരുന്നു. പിന്നെ മലയാളീസ് ആയപ്പോൾ അവർക്കൊരിതുണ്ട്, അവർക്ക് മെയിനായിട്ടും ഈ കർണാടക ടീംസിനോടൊക്കെയാണ് താല്പര്യം. അപ്പോൾ നമ്മളോട് ലാംഗ്വേജൊക്കെ ആയിട്ട് അവർക്ക് വലിയ പിടുത്തം ഉണ്ടാവില്ല. അത് കഴിഞ്ഞിട്ട് എൻ്റെ ഭംഗിയായിട്ട് തന്നെ അവിടുത്തെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞു. പക്ഷേ ഞാൻ അന്ന് എൻ്റെ ഇൻ്റർവ്യൂ കഴിഞ്ഞ് വീട്ടിലോട്ട് പോകുന്ന രാത്രിയാണ് എനിക്ക് എൻ്റെ അക്കോമഡേഷൻ്റെ കോൺട്രാക്റ്റ് ഏജൻസി അയച്ചു തരുന്നത്. അപ്പോഴാണ് ഞാൻ ഓർക്കുന്നത്, ഞാൻ എൻ്റെ വിസയിൽ ഞാൻ എൻ്റെ അക്കോമഡേഷൻ കോൺട്രാക്റ്റ് വെച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എനിക്ക് തോന്നി എന്തായാലും വിസ റിജക്റ്റ് ആവാനുള്ള ചാൻസ് ഉണ്ട്. കാരണം എന്തെങ്കിലും ചെറിയൊരു റീസൺ വരെ അവർ റിജക്റ്റ് ആക്കുന്നതാണ്. അപ്പോൾ എന്തായാലും ഇതൊരു റീസൺ ആണ്. അപ്പോൾ ഞാൻ ഭയങ്കരമായിട്ടും പ്രാർത്ഥിക്കാൻ തുടങ്ങി. 1 മാസം കഴിഞ്ഞപ്പോൾ എന്നെ വിളിച്ചു, കൊറിയർ വന്നിട്ടുണ്ട്, വിസ ഡിസ്പാസ്സായെന്ന് പറഞ്ഞൊരു മെസ്സേജ് വന്നായിരുന്നു. അത് കഴിഞ്ഞ് പിറ്റേ ദിവസം എനിക്ക് വിളിച്ചു. അപ്പം ഞാൻ ചെന്ന് എൻ്റെ വിസ കളക്ട് ചെയ്തു. ഞാൻ എന്നിട്ട് പള്ളി ചെന്നാണ് ഞാൻ തുറന്നത്. ഞാൻ മാതാവിൻ്റെ രൂപത്തിൽ തൊട്ട്, മാതാവ് എനിക്കൊന്ന് തരണം, ഇപ്പോൾ ഒരുപാട് കഷ്ടപ്പാടായി, ഇപ്പോൾ ഇതിന് ഒരുപാട് ക്യാഷായി, വീട്ടുകാരെ ബുദ്ധിമുട്ടിക്കാൻ തുടങ്ങിയിട്ട് കുറേ നാളായി. അപ്പം ഞാൻ തുറന്ന് നോക്കിയപ്പോൾ എനിക്ക് എൻ്റെ വിസ സ്റ്റാമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെനിക്കൊരു എൻ്റെ ജീവിതത്തിൽ മറക്കാൻ പറ്റാത്തൊരു അനുഭവമാണ്. ശരിക്കും ഒരു നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് ആണ്. എല്ലാവരും എന്നോട് പറഞ്ഞു, ഞാനിത് വന്ന് എൻ്റെ വിസ വന്നെന്ന് ഫ്രണ്ട്സിനോട് പറഞ്ഞപ്പോൾ അവരെല്ലാവരും പറഞ്ഞു, അക്കോമഡേഷൻ്റെ കോൺട്രാക്റ്റ് ഇല്ലെങ്കിൽ മസ്റ്റായിട്ടും വിസ റിജക്റ്റ് ആവും, അതൊരു റീസൺ ആണെന്ന് എന്നോട് പറഞ്ഞായിരുന്നു. അപ്പോൾ ഇത്രയും അനുഗ്രഹങ്ങൾ നന്ദി എൻ്റെ മാതാവിന് ഞാൻ 1000 നന്ദി പറയുന്നു. പിന്നെ രോഗസൗഖ്യമാണെങ്കിൽ എനിക്ക് കാലിന് എൻ്റെ ഉടമ്പടി എടുക്കുന്നതിന് മുന്നേ എൻ്റെ കാലിന് ഭയങ്കര ഒരു വേദന ഉണ്ടായിരുന്നു, ലെഫ്റ്റ് ലെഗിന്. അപ്പോൾ എനിക്ക് ഒട്ടും നടക്കാൻ പറ്റില്ല. ഞാൻ തൊങ്കിയൊക്കെയാണ് ഞാൻ പോയിക്കൊണ്ടിരുന്നത്. എനിക്ക് ഒട്ടും നടക്കാൻ പറ്റുന്നില്ല. ഡോക്ടറിനെ കണ്ടപ്പോൾ എക്സ്റേ എടുക്കണമെന്ന് പറഞ്ഞു. എക്സ്റേ എടുത്തപ്പോൾ പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല. അവർ പാരസെറ്റമോൾ വന്ന് വിട്ടു. പക്ഷേ അത് കഴിച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് പിന്നെ എൻ്റെ വേദന കൂടി. പിന്നെ വേറൊരു ഡോക്ടറിനെ കണ്ടപ്പോൾ ആൾ പറഞ്ഞു, അസ്ഥിക്ക് ബലമില്ലാഞ്ഞിട്ടാണ് വേദന വരുന്നത്. അപ്പോൾ ലൈഫ് ലോങ് ഒരു ടാബ്ലറ്റ് വന്നിട്ട് പറഞ്ഞു ഇത് കഴിക്കണമെന്ന് പറഞ്ഞു. പിന്നെ പെയിൻ കില്ലറും തന്നായിരുന്നു. പക്ഷേ ഞാൻ ആ ഒരു ടാബ്ലറ്റ് ഞാൻ കഴിച്ചില്ല. വേദന വരുമ്പോൾ ആ പെയിൻ കില്ലർ എടുത്ത് കഴിക്കുമായിരുന്നു. പക്ഷേ എനിക്ക് ഭയങ്കരമായിട്ട് വേദനയായിരുന്നു. പക്ഷേ പെട്ടെന്ന് ഒരു ദിവസം എൻ്റെ ഉടമ്പടിയൊക്കെ എടുത്തു. ഒരു മാസമൊക്കെ കഴിഞ്ഞപ്പോൾ പിന്നെ എനിക്ക് ആ വേദന വന്നിട്ടില്ല. ഇതുവരെ എനിക്ക് ഈ നിമിഷം വരെ ആ വേദന വന്നിട്ടില്ല. ഞാൻ പിന്നീട് ആ ഒരു ടാബ്ലറ്റ് വാങ്ങിച്ചിട്ടുമില്ല. പിന്നെ എനിക്ക് ഈ വൊമിറ്റിങ്ങിൻ്റെ ഒരു ഇതുണ്ടായിരുന്നു. നമ്മൾ യാത്ര ചെയ്യുമ്പോൾ എൻ്റെ ഓർമ്മ വെച്ച കാലം തൊട്ട് ഞാൻ ബസ്സിലൊക്കെ പോവുകയാണെങ്കിലും കാറിൽ പോവുകയാണെങ്കിലും ഞാൻ വൊമിറ്റ് ചെയ്യുമായിരുന്നു. പക്ഷേ ഒരു ദിവസം ഞാൻ എൻ്റെ ഉടമ്പടി ഇവിടെ പത്രം വാങ്ങാൻ വേണ്ടിയിട്ട് വന്ന ടൈമിൽ, ഞാൻ എല്ലാ പ്രാവശ്യവും ഇവിടെ വരുമ്പോൾ ടാബ്ലറ്റ് കഴിച്ചിട്ടാണ് വരുന്നത്. അപ്പോൾ ഒരു ദിവസം ഞാൻ എൻ്റെ പേഴ്സിൽ നോക്കിയപ്പോൾ എൻ്റെ ടാബ്ലറ്റ് കാണാനില്ല. ഞാൻ ഫുള്ള് നോക്കി, ബാഗിൽ നോക്കി, കാണാനില്ല. പിന്നെ ഞാൻ കഴിക്കാണ്ട് തന്നെ ഇങ്ങോട്ട് വന്നു. പക്ഷെ അന്നെന്തോ ഞാൻ വൊമിറ്റ് ചെയ്തില്ല. വീട്ടിൽ വന്ന് തിരിച്ച് ഞാൻ എൻ്റെ ബാഗിൽ ആ പേഴ്സ് നോക്കിയപ്പോൾ ആ ടാബ്ലറ്റ് അവിടെ തന്നെ ഇരിപ്പുണ്ട്. അപ്പോൾ എനിക്ക് മനസ്സിലായി മാതാവ് എടുത്ത് മാറ്റിയതാണ്. ഇന്ന് വരെ ഞാൻ പിന്നെ ബാംഗ്ലൂർ വരെ പോയിട്ട് ഞാൻ ഇതുവരെ വൊമിറ്റ് ചെയ്തില്ല. അപ്പോൾ ഇതെൻ്റെ ജീവിതത്തിൽ നൽകിയൊരു വലിയൊരു അത്ഭുതം തന്നെയാണ്. പിന്നെ പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ഞാൻ പറ്റാവുന്ന മാസത്തിലൊക്കെ വന്ന് പത്രങ്ങൾ വാങ്ങിച്ചുകൊണ്ട് പോകുമായിരുന്നു. പിന്നെ ഫസ്റ്റൊക്കെ ഞാൻ പള്ളിയിൽ തന്നെ ആയിരിക്കും കൊടുക്കൊണ്ടിരുന്നത്. പിന്നെ അച്ഛൻ പറഞ്ഞു നമ്മൾ പൊതു സ്ഥലത്ത് കൊണ്ട് കൊടുക്കണം. അതുകൊണ്ട് ഞാൻ ഇവിടുന്ന് ചേർത്തല ഫുള്ള് ഞാൻ കൊടുക്കുമായിരുന്നു. പിന്നെ ഓരോ വീട്ടിലും കയറി കൊടുക്കാൻ തുടങ്ങി. അങ്ങനെ ഇരുന്നപ്പോൾ എനിക്കൊരു അനുഭവം വന്നതെന്ന് വെച്ചാൽ, ഞാൻ ചേർത്തല ഓട്ടോ സ്റ്റാൻഡിൽ കൊണ്ട് കൊടുക്കുന്ന ടൈമിൽ ഒരു ചേട്ടൻ എന്നോട് പറഞ്ഞു, ഇത് എന്തിനാണിത്, ലാസ്റ്റ് അവർ കണ്ണാടി തുടയ്ക്കാൻ വേണ്ടിയിട്ടായിരിക്കും ഇത് യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. പിന്നെ അന്നത്തോടെ ഞാനത് ഓട്ടോക്കാർക്ക് കൊടുക്കുന്നത് ഞാൻ നിർത്തി. ഞാൻ കാണുമ്പോൾ അവിടെ അവർ ഓട്ടോ തുടയ്ക്കുന്നുണ്ട്, ആ പേപ്പർ കൊണ്ട് ഞാൻ തുടയ്ക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ അന്ന് തൊട്ടേ ഓട്ടോക്കാർക്ക് കൊടുക്കുന്നത് നിർത്തി. പിന്നെ എൻ്റെ കാരുണ്യപ്രവർത്തികൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഞങ്ങളുടെ അടുത്തൊരു ഓൾഡ് ഏജ് ഹോം ഉണ്ട്. അവിടെ അമ്മച്ചിമാരെ പോയി കാണുമായിരുന്നു. എന്നെക്കൊണ്ട് പറ്റാവുന്ന സാമ്പത്തിക സഹായം ചെയ്യുമായിരുന്നു. പിന്നെ വഴിയോരങ്ങളിൽ എന്നോട് ക്യാഷ് ചോദിക്കുന്നവർക്ക് എന്നെക്കൊണ്ട് പറ്റാവുന്ന ഞാൻ കൊടുക്കാറുണ്ട്.
പിന്നെ ആത്മീയ ജീവിതത്തിലാണെങ്കിൽ ഞാൻ 2 ആഴ്ച കൂടുമ്പോൾ കുമ്പസാരിക്കാറുണ്ട്. പണ്ടൊന്നും ഞാൻ ഇതുവരെ ഞാൻ കൊന്ത ചൊല്ലിയിട്ടില്ല. ഞാൻ ഉടമ്പടി എടുത്ത ശേഷമാണ് ഞാൻ കൊന്തയെല്ലാം തുടങ്ങിയത്. കൊന്ത ചെല്ലുമ്പോഴും എൻ്റെ ഒരു പേഴ്സണൽ കാര്യത്തിന് വേണ്ടിയിട്ട് ഞാൻ ചെല്ലാറില്ല. എല്ലാം ഞാൻ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ചെല്ലുന്നത്. പ്രത്യേകിച്ചും 5ാമത്തെ രഹസ്യം ഞാൻ കൃപാസനത്തിൽ ഉടമ്പടി എടുത്ത് എല്ലാവർക്കും വേണ്ടിയിട്ടാണ് ചെല്ലുന്നത്. ഇത്രയൊക്കെ ചെയ്തെന്ന അനുഗ്രഹങ്ങൾ ചെയ്ത എൻ്റെ മാതാവിനും ഈശോയ്ക്കും 1000 നന്ദി പറഞ്ഞു. മാതാവിനും തിരുക്കുമാരനും ആദ്യം തന്നെ അമ്മ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കിയതിന് ഞാൻ നന്ദി പറയുന്നു. എൻ്റെ പേര് എബിൻ. ഞാൻ ചങ്ങനാശ്ശേരി അതിരൂപത കുറിച്ചി സെൻറ്റ് ജോസഫ് ഇടവകാംഗമാണ്. ഞാൻ 2024 മാർച്ച് 8-ാം തീയതിയാണ് ഇവിടെ വന്ന് ഉടമ്പടി ആദ്യമായിട്ട് എടുക്കുന്നത്. ഉടമ്പടി എടുക്കുന്നതിന് മുമ്പ് കൃപാസനത്തെപ്പറ്റി ഞാൻ കേട്ടിട്ടുണ്ടെങ്കിലും ഞാൻ പള്ളിയിൽ നല്ല രീതിയിൽ ആക്റ്റീവായിട്ടിരുന്നൊരു വ്യക്തിയായിരുന്നു. കുർബാനയിൽ എല്ലായിടത്തും പങ്കെടുക്കുന്നു, സംഘടനയിലെല്ലാം ആക്റ്റീവായിട്ട് നിൽക്കുന്നു, വീട്ടിലെ സന്ധ്യാപ്രാർത്ഥനകളെല്ലാം നന്നായിട്ട് പങ്കെടുത്ത് പോകുന്നൊരു വ്യക്തിയായിരുന്നതിൽ തന്നെ കൃപാസനത്തിൽ വന്ന് പ്രാർത്ഥിക്കുക, ഉടമ്പടി എടുക്കുക, അതിൻ്റെ ആവശ്യം എന്താണെന്നുള്ളതിനെപ്പറ്റി ഞാനിങ്ങനെ വലിയ ആവശ്യകതയെപ്പറ്റി ഞാൻ ചിന്തിച്ചിരുന്നില്ല. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഞാൻ UAE വിസിറ്റിന് പോകണം, ഒരു ജോലി അവിടെ കണ്ടെത്തണമെന്നൊക്കെ തീരുമാനിച്ച് അതിന് തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്ന ഒരു സമയമായിരുന്നു. അപ്പം ഞങ്ങളുടെ അടുത്തുള്ളൊരു ആൻറ്റി മുഖേനയാണ് ഞാൻ കൃപാസനത്തെപ്പറ്റി കൂടുതലായിട്ട് അറിയാനിടയായത്. ആ ആൻറ്റിയാണ് എനിക്ക് ഇവിടെ വന്ന് ഉടമ്പടി എടുക്കാനായിട്ട് വേണ്ടി പ്രചോദനമായത്. അപ്പോൾ ഞാൻ അങ്ങനെ ഇവിടെ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുക്കുന്നു. അത് കഴിഞ്ഞ് ഞാൻ ഇതേപോലെ തന്നെ എല്ലാ ആഴ്ചകളിലും പള്ളിയിൽ പോകുന്നു, സന്ധ്യാപ്രാർത്ഥനകൾ ചൊല്ലുന്നു, അതേപോലെ തന്നെ കുമ്പസരിക്കുന്നു, എല്ലാം ചെയ്യുന്നു. അപ്പം എൻ്റെ ഉള്ളിലൊരു പ്രതീക്ഷ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ UAE പോയാൽ എനിക്ക് ജോലി കിട്ടും, അമ്മ എൻ്റെ കൂടെ ഉണ്ടാകും എന്നൊക്കെയുള്ളൊരു പ്രതീക്ഷ തന്നെയായിരുന്നു ഞാൻ പോയിരുന്നത്. അങ്ങനെ ഞാൻ UAE അവിടെ ഞാനിങ്ങനെ ജോലി അന്വേഷിച്ച് തുടങ്ങി. 1 മാസമായിട്ടും ഒരിടത്തു നിന്ന് എന്നെ വിളിക്കുന്നില്ല. അപ്പം ഞാൻ ആകപ്പാടെ പയ്യെ ഡൗണായി തുടങ്ങി. അങ്ങനെ ഇരിക്കെ ഞാൻ അവിടെ വേറൊരു കമ്പനിയിൽ എനിക്ക് ജോലി റെഡിയായി. ഞാൻ അവിടെ കയറുന്നു. അപ്പം ഞാൻ ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് ആയിരുന്നു കംപ്ലീറ്റ് ചെയ്തത്. അത് റിലേറ്റ് ചെയ്ത് തന്നെ ഞാൻ നാട്ടിൽ വർക്ക് ചെയ്യുമായിരുന്നു. അപ്പം UAE ഞാൻ ആ ഒരു ഫീൽഡിൽ നിന്ന് വ്യത്യസ്തമായ ഒരു ഫീൽഡിലായിരുന്നു വർക്ക് ചെയ്യാൻ കയറിയത്. അപ്പോൾ ഞാൻ അവിടെ വർക്ക് ചെയ്യാൻ തുടങ്ങി. ഭയങ്കര വർക്ക് പ്രഷറായിട്ട് വരുന്നു, എനിക്ക് ഒട്ടും ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നില്ല. അപ്പം ഞാൻ എല്ലാവരിൽ നിന്ന് ഒറ്റപ്പെട്ടു പോകുന്ന ഒരു സിറ്റുവേഷനിലേക്ക് വരുന്നു. ഞാനപ്പോൾ അങ്ങനെ അമ്മയോടൊപ്പം പ്രാർത്ഥിക്കാൻ തുടങ്ങി. അമ്മ എനിക്കൊട്ടും പറ്റുന്നില്ല ഇവിടെ നിൽക്കാനായിട്ട് വേണ്ടി, എന്നെ ഇവിടെ നിന്നൊന്ന് എങ്ങനെയും ഒന്ന് രക്ഷപ്പെടുത്തി തരണമെന്നുള്ള രീതിയിൽ ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി. അതേപോലെ എനിക്ക് വർക്ക് പ്രഷർ വരാൻ തുടങ്ങി. അപ്പം ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നു. 1 മാസമാകുന്നു. അപ്പോൾ ഒരു വിസയുടെ കാര്യങ്ങളെല്ലാം ഇങ്ങനെ പ്രോസസ്സിങ് തുടങ്ങി. അപ്പോൾ എനിക്ക് വീണ്ടും ടെൻഷനായി. അമ്മ എൻ്റെ വിസയൊക്കെ അടിച്ചു കഴിഞ്ഞാൽ ഞാൻ വീണ്ടും ഇവിടെ തന്നെ നിന്ന് പോകേണ്ട ഒരു സിറ്റുവേഷൻ ആകുമല്ലോ. അപ്പം എനിക്ക് ഞാൻ പഠിച്ച ഫീൽഡുമായിട്ട് ബന്ധപ്പെട്ട ഒരു ജോബ് എനിക്ക് തരിക, അല്ലെന്നുണ്ടെങ്കിൽ എന്നെ എങ്ങനെയും ഇവിടുന്ന് വേറൊരു ഫീൽഡിലേക്ക് മാറ്റിവിടുക എന്ന് ഞാനിങ്ങനെ പ്രാർത്ഥിക്കാൻ തുടങ്ങി. 1 മാസം കഴിഞ്ഞു. ഇതേപോലെ തന്നെ വർക്ക് പ്രഷറാവുന്നു, എനിക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനെ പെട്ടെന്നൊരു ദിവസം എന്നെ HR വിളിക്കുന്നു. എന്നിട്ട് എന്നോട് പറയുന്നു, താങ്കളുടെ ജോലി നഷ്ടമായി, താങ്കൾക്ക് ഇവിടെ നമ്മുടെ രീതിയിലുള്ള നിൽക്കാനായിട്ട് വേണ്ടി പറ്റുന്നില്ല, അതുകൊണ്ട് താങ്കൾക്ക് നാളെ മുതൽ വരണ്ടെന്നുള്ള രീതിയിൽ അവർ സംസാരിച്ചു. ഞാനപ്പോൾ പെട്ടെന്ന് ഡൗണായി. ആകപ്പാടെ ഇനി എന്ത് ചെയ്യണമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാം. അപ്പം UAE എൻ്റെ ഒരു ബ്രദറുണ്ട്. അപ്പോൾ ബ്രദറിൻ്റെ അടുത്തേക്ക് പോയി. അപ്പം എൻ്റെ ഒരു പ്രതീക്ഷ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അമ്മയോട് പറഞ്ഞിരുന്നല്ലോ, അമ്മ എനിക്കിത് പറ്റുന്നില്ല, എന്നെ ഇവിടുന്ന് എങ്ങനെയും പെട്ടെന്ന് രക്ഷപ്പെടുത്തണമെന്ന് പറഞ്ഞതുകൊണ്ട് അമ്മ തന്നെയാണ് ഈ ജോലി എന്നിൽ നിന്ന് കളഞ്ഞതെന്നുള്ളൊരു വിശ്വാസം എനിക്കുണ്ടായിരുന്നു. അപ്പം വീണ്ടും എനിക്ക് പ്രതീക്ഷയായി, നല്ലൊരു ജോലി എനിക്ക് കിട്ടാനായിട്ട് വേണ്ടിയാണ് അമ്മ ഇത് കളഞ്ഞതെന്നുള്ളത്. അങ്ങനെ ഞാൻ വീണ്ടും മുമ്പോട്ടേക്ക് പോകുന്നു. ഞാനിങ്ങനെ ജോലികൾക്ക് വേണ്ടി അപേക്ഷിച്ചുകൊണ്ടിരിക്കുന്നു, കുറേ ഇൻ്റർവ്യൂവിനൊക്കെ പോകുന്നു. എനിക്കറിയാവുന്ന കുറേ കാര്യങ്ങളുണ്ട്, ഞാൻ പഠിച്ചിട്ട് പോകുന്നു, പ്രിപ്പയർ ചെയ്തെല്ലാം പോകുന്ന കാര്യങ്ങൾ തന്നെ എനിക്ക് ഇൻ്റർവ്യൂവിൽ ചോദിക്കുന്നു. പക്ഷേ എനിക്ക് ഇൻ്റർവ്യൂവിനൊന്നും പറയാൻ പറ്റുന്നില്ല. അതുപോലെ ആകപ്പാട് ഇതാവുന്നു. ചിലയിടത്ത് ഞാൻ കിട്ടുമെന്ന് ഉറപ്പിച്ച കുറേ കാര്യങ്ങളുണ്ടായിരുന്നു. കുറേ ഇൻ്റർവ്യൂവിൽ പങ്കെടുത്തതിന് ശേഷം എനിക്ക് ഉറപ്പായിട്ടും കിട്ടുമെന്ന് ഞാൻ വിചാരിച്ചെടുത്ത് പോലും നിസ്സാര കാര്യത്തിന് അത് റിജക്റ്റായി പോകുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാകുന്നു. അങ്ങനെ 6 മാസത്തോളം ഞാൻ UAE നിന്നു. അവിടുന്ന് എനിക്ക് ജോലിയൊന്നും ആവുന്നില്ല. ഞാൻ ആകപ്പാടെ ഡൗണായി. അപ്പം ഞാൻ നാട്ടിലേക്ക് വരാനായിട്ട് വേണ്ടി ഫ്ലൈറ്റ് ടിക്കറ്റെല്ലാം ബുക്ക് ചെയ്തു. അപ്പോഴും വരുന്നതിൻ്റെ തൊട്ട് മുമ്പ് വരെയും എനിക്ക് ഭയങ്കര പ്രതീക്ഷയായിരുന്നു, ഇവിടുന്നെങ്കിലും എനിക്കൊരു കോൾ വരും, എനിക്ക് അവിടെ ജോലി കിട്ടും എന്നുള്ളൊരു പ്രതീക്ഷയിൽ ഞാൻ നിൽക്കുന്നു. പക്ഷെ ഒന്നും ആയില്ല. ഞാൻ തിരിച്ച് നാട്ടിൽ വരുന്നു. അപ്പോൾ ഞാൻ എറണാകുളത്ത് നെടുമ്പാശ്ശേരിയിൽ വന്ന് ഇറങ്ങുന്നൊരു സമയത്ത് ഞാൻ ആകപ്പാട് ഡൗണായിട്ടാണ് വരുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ വന്ന ഫ്ലൈറ്റിലായാലും അല്ലാതെ ആൾക്കാരായാലും ജോലി സ്ഥലങ്ങളിൽ നിന്ന് വളരെ ഹാപ്പി ആയിട്ട് വരുമ്പോഴത്തേക്കിന് ഞാനൊന്നും അല്ലാതെ ഒരു വട്ടപൂജയായിട്ട് വന്ന് നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ. അപ്പോൾ ഞാൻ അവിടെ നിന്നുകൊണ്ട് തന്നെ പ്രാർത്ഥിച്ചു, എന്തിനാണ് എന്നെ ഇങ്ങനെ ഇതേപോലെ ഡൗൺ ആക്കാൻ വേണ്ടിയിട്ട് എന്നെ UAE കൊണ്ടുപോയതെന്നുള്ള രീതിയിൽ ഞാൻ ഭയങ്കര വിഷമത്തോടു കൂടി പറഞ്ഞു. അങ്ങനെ ഞാൻ വീട്ടിൽ വന്നു എനിക്ക് ഭയങ്കരമായിട്ട് വിഷമമാകുന്നു.
ഞാൻ വീടിന് റൂമിന് പുറത്തേക്ക് ഇറങ്ങാതെ റൂമിലേക്ക് മാത്രമായിട്ട് അങ്ങ് മാറി തുടങ്ങി. അത് പിന്നെ എനിക്ക് വിഷമം കൂടി, ഭയങ്കരമായിട്ട് വാശിയായി. ഞാനപ്പോൾ പറഞ്ഞു, ഇനി ഞാൻ കൃപാസനത്തിൽ പോകത്തില്ല, ഞാൻ ഇനി കൊന്ത ചൊല്ലത്തില്ല, ഒരു പ്രാർത്ഥനയും ചൊല്ലത്തില്ല, ഇനിയും ഞാൻ ഒരു രീതിയിലും പള്ളിയായിട്ട് എടുക്കത്തില്ല, എന്തിനാണ് എന്നെ ഇങ്ങനെ ഇതാക്കിയെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എല്ലാത്തിൽ നിന്ന് ഒഴിയാൻ തുടങ്ങി. അപ്പം സന്ധ്യാപ്രാർത്ഥന തുടങ്ങി, അച്ചാച്ചനും അമ്മയും വിളിക്കാൻ തുടങ്ങി. ഞാൻ ആ സമയത്ത് സന്ധ്യാപ്രാർത്ഥന ഇല്ലെന്നെടുത്ത് എഴുന്നേറ്റ് പോയി. അങ്ങനെ ആയി കഴിഞ്ഞപ്പോഴത്തേക്കിന് അവർക്ക് ഭയങ്കരമായിട്ട് വിഷമമായി. അങ്ങനെ ഒരു 3-4 ദിവസം കടന്നുപോയി. ഒരു ദിവസം രാത്രിയിൽ ഞാൻ എന്നെ സ്വപ്നം കാണുകയാണ്. ഞാൻ ഒരു അൾത്താരയുടെ മുമ്പിൽ മുട്ടുകുത്തി നിൽക്കുകയാണ്. അപ്പം എൻ്റെ 2 കൈകളും ഞാൻ തുറന്നു പിടിച്ചിരിക്കുന്നു. അൾത്താരയിൽ ഒരു കുരിശ് ഞാൻ ഇരിക്കുന്ന കാണുന്നുണ്ട്. ആ കുരിശ് എൻ്റെ കൈകളിലേക്ക് വെച്ച് തരുന്നതായിട്ടാണ് ഞാൻ സ്വപ്നം കാണുന്നത്. ഞാൻ നല്ല ഉറക്കത്തിലായിരുന്നെങ്കിലും എൻ്റെ കണ്ണുകളെല്ലാം നിറഞ്ഞൊഴുകി ഞാൻ പെട്ടെന്ന് ഞെട്ടി ഉണർന്നു. അപ്പം പെട്ടെന്ന് തന്നെ എൻ്റെ മനസ്സ് പറഞ്ഞു, നാളെ നീ കൃപാസനത്തിൽ പോകണം, കൃപാസനത്തിൽ പോയി ഉടമ്പടി എടുക്കണം എന്നുള്ള രീതിയിൽ എൻ്റെ മനസ്സ് തന്നെ പറയാൻ തുടങ്ങി. അന്ന് രാവിലെ തന്നെ ഞാൻ എഴുന്നേറ്റു, കൃപാസനത്തിൽ വന്നു, എൻ്റെ ഉടമ്പടി ഞാൻ പുതുക്കി. അത് കഴിഞ്ഞിട്ട് ഞാൻ വീണ്ടും തിരിച്ചു പോയി. അത് കഴിഞ്ഞ് ഇവിടുന്ന് അന്നത്തെ ധ്യാനം എല്ലാം കൂടിയിട്ടാണ് ഞാൻ തിരിച്ചു പോകുന്നത്. അപ്പം അതുവരെ ഇനി എന്തെന്നുള്ളത് എനിക്ക് അറിയാൻ മേലാതിരുന്ന ഞാൻ ഇവിടുന്ന് പോകുമ്പോഴത്തേക്കിന് ഭയങ്കര സമാധാനത്തോടു കൂടിയാണ് ഞാൻ പോകുന്നത്. ജോലി എന്താണെന്ന് വെച്ചാൽ എനിക്ക് അറിഞ്ഞുകൂടാ, പക്ഷേ എനിക്ക് മനസ്സിന് ഭയങ്കര സന്തോഷമായിട്ടാണ് ഞാൻ തിരിച്ചു പോകുന്നത്. പിന്നെ എല്ലാ ആഴ്ചകളിലും ഞാൻ ഇവിടെ വരാൻ തുടങ്ങി. എല്ലാ ചൊവ്വാഴ്ചകളിലും വന്ന് കുർബാനയിൽ പങ്കെടുക്കും, ധ്യാനം കൂടും, എന്നിട്ട് ഞാൻ തിരിച്ചു പോകും. അപ്പം അതുകൂടാതെ തന്നെ ഞാൻ അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കിന് നമ്മുടെ അടുത്തുള്ള ഹോസ്പിറ്റലുകളിലൊക്കെ പോകാൻ തുടങ്ങി. ചങ്ങനാശ്ശേരിയിലുള്ള ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ രോഗികളെ കാണാനായിട്ട് വേണ്ടി പോകാൻ തുടങ്ങി. അപ്പോൾ അന്ന് വരെ എനിക്ക് അങ്ങനെ പോകാൻ മടിയായിരുന്നു. പത്രം കിട്ടിയാലും ഞാൻ അങ്ങനെ കൊടുക്കത്തില്ലായിരുന്നു. പത്രം ഞാൻ നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള കുറച്ച് വീടുകളിൽ മാത്രം കൊടുക്കും. അത് കഴിഞ്ഞിട്ട് ബാക്കി അച്ചാച്ചനായിരുന്നു കൊണ്ട് എല്ലാവർക്കും കൊടുത്തുകൊണ്ടിരുന്നത്. അപ്പോൾ എനിക്കങ്ങനെ പുറത്തേക്ക് പോകാൻ ഭയങ്കര മടിയായിരുന്നു. ഞാൻ പുറത്തേക്ക് പോയി ഹോസ്പിറ്റലുകളിൽ പോകാൻ തുടങ്ങി, രോഗികളെ കാണാൻ തുടങ്ങി. എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ അവർക്ക് ചെറിയ സഹായങ്ങൾ ചെയ്യാൻ തുടങ്ങി. അവർക്ക് ഫുഡ് വാങ്ങിച്ചു കൊടുത്തു. അങ്ങനെ ഇരിക്കുമ്പോൾ നാട്ടിൽ കുറച്ചെടുത്ത് ഇൻ്റർവ്യൂവിനൊക്കെ വിളിക്കാൻ തുടങ്ങി. അപ്പോൾ ഞാൻ അങ്ങനെ പോകുന്ന വഴിക്ക് എൻ്റെ ബാഗിൽ ഇവിടുത്തെ പത്രം എടുത്തുകൊണ്ട് ഞാൻ പോകുന്ന വഴിക്ക് ഞാൻ അവിടെ എല്ലാവർക്കും ഇങ്ങനെ കൊടുക്കാൻ തുടങ്ങി. അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കിനാണ് ഒരു ദിവസം എനിക്ക് അച്ഛനെ കാണാനായിട്ട് വേണ്ടിയുള്ള ഒരു അവസരം കിട്ടുന്നത്. ഞാനങ്ങനെ ഇവിടെ വരുന്നു. അന്ന് അച്ഛനെ കാണാനായിട്ട് വേണ്ടി ഞാൻ ഈ പള്ളിയുടെ മുമ്പിൽ ഇവിടെ നിൽക്കുന്ന സമയത്ത് എന്നെ നിന്നങ്ങ് വിറയ്ക്കാൻ തുടങ്ങി. കാരണം ഞാൻ നോക്കുമ്പോഴത്തേക്കിന് ഞാൻ അന്ന് സ്വപ്നത്തിൽ കണ്ട കാര്യം എന്താണോ അതെൻ്റെ മുമ്പിൽ റിയലൈസ് ആയിട്ട് ഞാൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാനിവിടെ വരുന്നു, അൾത്താരയുടെ മുമ്പിൽ മുട്ടുകുത്തി നിൽക്കുന്നു, 2 കൈ ഞാൻ തുറന്ന് പിടിച്ചിരിക്കുന്നു. എൻ്റെ കൈ നിന്നായിട്ട് നിന്ന് വിറയ്ക്കാൻ തുടങ്ങി. കാരണം അൾത്താരയിൽ ഞാൻ അന്ന് കണ്ട ആ കുരിശ് എൻ്റെ മുമ്പിൽ ഇപ്പം നേരിട്ട് നിൽക്കുകയാണ്. ആ കുരിശ് അച്ഛൻ എൻ്റെ കൈ കൊണ്ട് വെച്ച് തരുന്ന കഴിയുമ്പോഴത്തേക്കിന് എൻ്റെ അറിയാതെ തന്നെ ഞാൻ എൻ്റെ 2 കണ്ണുകളും നിറഞ്ഞൊഴുകി ഞാനിങ്ങനെ ഭയങ്കരമായിട്ട് വിറച്ചിങ്ങനെ നിൽക്കുന്നൊരു സിറ്റുവേഷനിലായിരുന്നു. അന്ന് അച്ഛൻ എന്നെ തലയ്ക്ക് വെച്ച് പ്രാർത്ഥിച്ചു, കാശുരൂപം തന്നു. ഞാനങ്ങനെ തിരിച്ചു പോയി. അത് കഴിഞ്ഞ് ഞാൻ ഇതേപോലെ തന്നെ കൊന്ത ചൊല്ലി പ്രാർത്ഥിക്കാൻ തുടങ്ങി. 2 ദിവസം കഴിഞ്ഞില്ല, UAE നിന്ന് എന്നെ വീണ്ടും കോൾ ചെയ്തു. എനിക്ക് അവിടെ ഒരു നല്ലൊരു കമ്പനിയിൽ നല്ലൊരു ജോലി, നല്ലൊരു പൊസിഷനിലേക്ക് കിട്ടിയിട്ടുണ്ട്. അമ്മ എന്ന അനുഗ്രഹത്തിനും അമ്മയുടെ തിരുക്കുമാരനും 1000 നന്ദി ഞാൻ അർപ്പിച്ചോളും. പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞാൻ ചെയ്തത്, ഞാൻ അടുത്തുള്ള ഹോസ്പിറ്റലുകളിൽ രോഗികളെ കാണാൻ വിസിറ്റ് ചെയ്യാൻ പോവുകയും അവർക്ക് എന്നാൽ കഴിയാവുന്ന രീതിയിലുള്ള സഹായങ്ങൾ ചെയ്യുകയും അവർക്ക് ആഹാരങ്ങൾ വാങ്ങിച്ചു കൊടുക്കുകയും ഒക്കെയായിരുന്നു ഞാൻ ചെയ്തുകൊണ്ടിരുന്നത്. കൂട്ടത്തിൽ പ്രേക്ഷിത പ്രവർത്തനമായി പത്രങ്ങൾ ഞാൻ എല്ലായിടത്തും നടന്ന് കൊടുക്കാൻ തുടങ്ങി. ആത്മീയ ജീവിതം ഞാൻ കുർബാനയിൽ പങ്കുകൊള്ളുന്നു, കുമ്പസരിക്കുന്നുണ്ട്. എന്നും ഞാൻ കൊന്തചൊല്ലി പ്രാർത്ഥിക്കാറുണ്ട്. ഞാനിപ്പോൾ UAE വർക്കിന് പോകുന്നതിന് മുമ്പ് പ്രാർത്ഥിച്ച് തൈലം കൊണ്ട് നെറ്റിയിൽ കുരിശ് വരച്ചതിന് ശേഷം മാത്രമേ ഞാൻ പോകാറുള്ളൂ. അതേപോലെ എന്നെക്കൊണ്ട് പറ്റുന്ന എൻ്റെ ആയിട്ടുള്ള സമയങ്ങളെല്ലാം ഞാനിപ്പോഴും പ്രാർത്ഥന ചൊല്ലാറുണ്ട്. അല്ലെങ്കിൽ മാതാവിൻ്റെ ഏതെങ്കിലും പാട്ടൊക്കെ ഞാൻ സ്വയമേ പാടി അങ്ങനെയാണ് ഞാൻ ഇപ്പോഴും എൻ്റെ സമയങ്ങൾ നീക്കാറ്. ഇനിയും ഞാൻ ഉടമ്പടി തന്നെ ആയിരിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഞാൻ വീണ്ടും ഉടമ്പടി പുതുക്കി വീണ്ടും ഉടമ്പടി തന്നെ ആയിരിക്കാനും വിശുദ്ധിയിലും മുമ്പോട്ട് പോകാനായിട്ട് തന്നെ ഞാൻ ആഗ്രഹിക്കുന്നു. അമ്മ മാതാവിനും തിരുക്കുമാരനും 1000 നന്ദി. ഈ പുണ്യഭൂമിയിൽ നിൽക്കുവാനും ഈ അൾത്താരയിൽ നിൽക്കുവാനും പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷികളായി ഞങ്ങൾക്കും ഇവിടെ നിന്നുകൊണ്ട് ഒരു സാക്ഷ്യം പറയുവാനായിട്ടും ഞങ്ങളെ ഇടയാക്കിയ ഈശോയ്ക്കും ഞങ്ങളുടെ അമ്മയ്ക്കും ഒരുപാട് നന്ദി പറഞ്ഞുകൊള്ളട്ടെ. എൻ്റെ പേര് ശില്പ, ഇതെൻ്റെ ഹസ്ബൻഡ് രാജീവ്. ഞങ്ങൾ വരുന്നത് കോട്ടയം ജില്ലയിൽ സെൻറ്റ് മേരീസ് മുണ്ടക്കയം ഇടവകയിൽ നിന്നാണ്. ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത് 2024 നവംബർ 1-ാം തീയതിയാണ്. അന്ന് ഞാനിവിടെ ഉടമ്പടി എടുക്കാൻ വരുമ്പോൾ എൻ്റെ ഏറ്റവും ഭൗതികമായ കുറച്ച് ആവശ്യങ്ങൾ
മാത്രം മനസ്സിൽ കണ്ടുകൊണ്ടാണ് വരുന്നത്. അതും എൻ്റെ അമ്മ അതിനു മുന്നേ ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നു. അമ്മയിലൂടെയാണ് ഞാൻ ഉടമ്പടി എടുക്കാൻ വരുന്നത്. അതിനു മുന്നേ ഞാൻ ഒരു കാര്യം പറയട്ടെ, ഞാനൊരു മാതാവിൽ വിശ്വസിച്ചിരുന്ന ആളായിരുന്നില്ല. അതായത് ഞാൻ ഒരു മാതാവിൽ വിശ്വാസമില്ലാത്ത അല്ലെങ്കിൽ മാതാവിനോട് മധ്യസ്ഥം പ്രാർത്ഥിക്കാത്ത ഒരു സഭാ സമൂഹത്തിൽ നിന്നാണ് കല്യാണം കഴിച്ച് കാത്തോലിക്ക വിശ്വാസത്തിലേക്ക് വരുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് ആദ്യമൊക്കെ മാതാവിനോട് മധ്യസ്ഥം പ്രാർത്ഥിക്കാൻ പറയുമ്പോഴൊക്കെ എനിക്കങ്ങനെ അതിൻ്റെ ആവശ്യമുണ്ടോ എന്ന് തോന്നിയിട്ടുണ്ടായിരുന്നില്ല. ഹസ്ബൻഡ് അപ്പം എന്നോട് കൊന്ത കഴുത്തിലിടണമെന്നും ജപമാല ചൊല്ലണമെന്നൊക്കെ പറയുമ്പോഴൊക്കെ ഞാനതൊന്നും അത്ര കാര്യമാക്കിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഇന്ന് ഞാൻ എന്താണ് മാതാവ്, അല്ലെങ്കിൽ മാതാവിലൂടെ നമ്മൾ മാധ്യസ്ഥം വഴി ഈശോയുടെ അടുത്തേക്ക് എങ്ങനെയാണ് ചെല്ലുന്നത് എന്നുള്ളത് പൂർണ്ണമായിട്ടുള്ള ഒരു ബോധ്യം ലഭിച്ചാണ് ഞാൻ ഇന്ന് ഈ അൾത്താരയിൽ നിൽക്കുന്നത്. അത് എൻ്റെ നേട്ടമല്ല, എനിക്ക് അമ്മ മാതാവ് ഞങ്ങളെ അതിലേക്ക് നയിച്ചതാണ്. ആദ്യം തന്നെ എൻ്റെ ഒന്നാമത്തെ സാക്ഷ്യം എന്ന് പറയുന്നത്, എൻ്റെ ഹസ്ബൻഡിന് 7 വർഷത്തോളമായിട്ട് ഒരു അലർജി രോഗം ഉണ്ടായിരുന്നു. ഞങ്ങളുടെ കല്യാണത്തിന് മുതലേ ഉണ്ടായിരുന്നായിരുന്നു. അതെന്താണെന്ന് ചോദിച്ചാൽ, കുളി കഴിഞ്ഞ് ഇറങ്ങി വരുമ്പോൾ എല്ലാ ദിവസവും ഒരു 10-20 മിനിറ്റോളം ദേഹത്തൊക്കെ ചൊറിയും, നല്ലപോലെ ചൊറിയുകയും, പക്ഷേ ഒരു ചുമന്ന പാടുകളോ അല്ലെങ്കിൽ മറ്റു റാഷസോ അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. വളരെയധികം ചൊറിഞ്ഞിട്ട് കുറച്ച് സമയത്തേക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, ഫുഡ് കഴിക്കാൻ പറ്റത്തില്ല, ഞങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ പറ്റത്തില്ല, എന്തെങ്കിലും ഒന്ന് ചോദിച്ചാൽ തന്നെ വളരെ ദേഷ്യം വരുമായിരുന്നു. അതുപോലത്തെ ഒരു അവസ്ഥയായിരുന്നു. അങ്ങനൊരു അവസ്ഥയിൽ ഞാൻ എൻ്റെ ആദ്യത്തെ ഉടമ്പടിയിൽ ഞാനിത് നിയോഗമായിട്ട് വെച്ചു. ഞാൻ ഉടമ്പടി എടുത്ത് വീട്ടിൽ ചെന്നതിന് ശേഷം എല്ലാ ദിവസവും പിന്നീട് പ്രാർത്ഥിക്കുമ്പോൾ ഉടമ്പടി തൈലം ഉപയോഗിച്ച് വിശ്വാസപ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ച് ഹസ്ബൻഡിൻ്റെ ശരീരത്തിൽ പുരട്ടുകയും കുളിക്കുന്ന വെള്ളത്തിൽ ഉടമ്പടി ഉപ്പ് ഉപയോഗിച്ച് പ്രാർത്ഥിച്ച് ഉപയോഗിക്കുകയും ചെയ്യുമായിരുന്നു. അങ്ങനെ കുറച്ച് നാൾ മുന്നോട്ട് പോയി. പിന്നീട് ഞങ്ങളുടെ ചില ജീവിത പ്രശ്നങ്ങളിൽ ഞങ്ങൾക്ക് അത് മറന്നുപോയി ഈ ഒരു കാര്യം. പിന്നെ കുറേ നാൾ കഴിഞ്ഞതിന് ശേഷം ഞാൻ പിന്നെ ഹസ്ബൻഡിനോട് ചോദിച്ചു, ഇങ്ങനൊരു പ്രശ്നം ഉണ്ടായിരുന്നല്ലോ, അതിപ്പോൾ ഉണ്ടോ എന്ന് ചോദിച്ചപ്പോഴാണ് ഞങ്ങൾ രണ്ടുപേരും മനസ്സിലാക്കുന്നത് ആ ഒരു കാര്യം പൂർണ്ണമായിട്ട് ശരീരത്തിൽ നിന്ന് മാറി എന്നുള്ളത്. അതായത് 7 വർഷത്തോളമായിട്ട് അനുഭവിച്ചുകൊണ്ടിരുന്ന ഒരു അലർജി രോഗത്തെയാണ് അമ്മ മാതാവ് ശരീരത്തിൽ നിന്ന് എടുത്തു മാറ്റിക്കളഞ്ഞത്. ഞങ്ങൾ കുറേ ട്രീറ്റ്മെൻറ്റുകൾ ചെയ്തിട്ടുണ്ട്, ടെസ്റ്റുകൾ ചെയ്ത് നോക്കിയിട്ടുണ്ട്, പ്രശ്നങ്ങളൊന്നുമില്ല. അതിനുശേഷം ഞങ്ങൾ കൊണ്ട് പറ്റുന്ന രീതിയിലുള്ള കുറേ കാര്യങ്ങൾ ചെയ്ത് നോക്കി. മോയ്സ്ചറൈസർ ഉപയോഗിക്കുന്നതും അതുപോലെ തന്നെ സോപ്പ് മാറ്റുകയും അങ്ങനെ ഒരുപാട് ചെയ്ത് നോക്കി. പക്ഷേ അതിലൊന്നും ഒരു മാറ്റവും ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ ആ ഒരു പ്രശ്നം അതിനുശേഷം ഇന്നേ വരെ ഞങ്ങൾക്ക് അനുഭവപ്പെട്ടിട്ടില്ല. ഇതാണ് എൻ്റെ ഒന്നാമത്തെ സാക്ഷ്യം. അമ്മ മാതാവ് ഞങ്ങൾക്ക് ചെയ്തു തന്ന, ഈശോ വഴി ഞങ്ങൾക്ക് ചെയ്തു തന്ന ഒന്നാമത്തെ അനുഗ്രഹം എന്ന് പറയുന്ന ഇതാണ്. അടുത്ത സാക്ഷ്യം പറയാനായിട്ട് ഞാൻ ഭർത്താവിന് കൊടുക്കുന്നു. പരിശുദ്ധ അമ്മ മാതാവ് ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ പുണ്യഭൂമിയിൽ വന്നെന്ന് ഈ സാക്ഷ്യം പറയുവാനായിട്ട് ഞങ്ങളെ അനുവദിച്ചതിനെ ഓർത്ത് അമ്മ മാതാവിനും ഈശോയ്ക്കും 1000 നന്ദി പറയുന്നു. ഇപ്പോൾ എൻ്റെ വൈഫ് പറഞ്ഞ പോലെ തന്നെ എൻ്റെ ഈ അലർജി രോഗം മാറിയതിനെ തുടർന്നാണ് ഞാൻ ഉടമ്പടിയിലേക്ക് വരുന്നത്. ഞാൻ ആദ്യമേ വൈഫ് ഇവിടെ ഉടമ്പടി എടുക്കാൻ വന്നപ്പോൾ ഞാൻ കൂടെ വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ വന്ന് വെറുതെ മാറി നിന്നതേ ഉള്ളൂ. അപ്പോൾ ഞാൻ ആദ്യമേ വീട്ടിൽ ചെന്നപ്പോഴേ വൈഫിനോട് പറഞ്ഞ കാര്യം എന്ന് പറഞ്ഞാൽ, നീ ഉടമ്പടി എടുത്തിട്ടുണ്ട്, ഉടമ്പടിയിൽ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ നീ ചെയ്യുക, ഇതൊന്നും എന്നെ നിർബന്ധിക്കരുത് എന്നാണ് ഞാൻ ആദ്യം പറഞ്ഞിരുന്ന കാര്യം. അങ്ങനെ ആ സമയത്ത് ഞങ്ങളുടെ ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു. എനിക്ക് ആ ഒരു സൗഖ്യം കിട്ടിയതിനെ തുടർന്ന് ഞാനും ഉടമ്പടിയിലേക്ക് വന്നു. അപ്പോഴും ഉടമ്പടിയിലേക്ക് വന്നു ജസ്റ്റ് ഒരു ബിഗിനിങ് എന്നുള്ള രീതിയിൽ മാത്രമാണ് മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്നത്. അപ്പോഴും ഞങ്ങൾ ഭൗതികമായിട്ടുള്ള രീതിയിൽ തന്നെയാണ് ജീവിച്ചുകൊണ്ടിരുന്നത്. ചെറുപ്പത്തിൽ എനിക്ക് വളരെ നല്ല വിശ്വാസമുള്ള ആളായിരുന്നെങ്കിലും പിന്നീട് എൻ്റെ പഠിത്തവും വിദ്യാഭ്യാസവും ജോലിയൊക്കെ ആയതിനു ശേഷം ഞാൻ ആ വിശ്വാസത്തിൽ നിന്നൊക്കെ ഒരുപാട് മാറിപ്പോയിരുന്നു. എങ്കിലും പള്ളിയിൽ പോവുകയും പ്രാർത്ഥിക്കുകയും എല്ലാം ചെയ്യുമായിരുന്നു. അപ്പോഴാണ് ഈ സമയത്ത് ഞങ്ങളിങ്ങനെ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്കും, ഞാനൊരു ഇൻസ്ട്രക്ഷണൽ ഡിസൈനറാണ്. അപ്പോൾ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന കമ്പനി കുറച്ച് ഒരു പ്രശ്നത്തിലേക്ക് പോകാൻ തുടങ്ങി. പ്രോജക്റ്റുകളൊക്കെ ഞങ്ങൾക്ക് വളരെയധികം കുറഞ്ഞു വരാൻ തുടങ്ങി. സാലറി പയ്യെ ഡിലേ ആകാൻ തുടങ്ങി. അപ്പോൾ ആദ്യമൊക്കെ വിചാരിച്ചു സാരമില്ല, 1 മാസത്തെ കാര്യം അല്ലെങ്കിൽ 2 മാസത്തെ കാര്യം, അത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. അങ്ങനെ ഞങ്ങൾ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഈ പ്രശ്നം ഇങ്ങനെ രൂക്ഷമായിട്ട് മുന്നോട്ട് വരാൻ തുടങ്ങി. അപ്പോൾ അങ്ങനെ വരാൻ തുടങ്ങിയപ്പോഴത്തേക്കും ഞാൻ തീരുമാനിച്ചു, എന്നാൽ ഒരു കാര്യം ചെയ്യാം, വേറൊരു ജോലിക്ക് വേണ്ടിയിട്ട് ഇനി ട്രൈ ചെയ്യാം. അപ്പം പുതിയൊരു ജോലിക്ക് വേണ്ടിയിട്ട് ട്രൈ ചെയ്യാൻ തുടങ്ങി. അപ്പോഴാണ് ഞാൻ ഒരു കാര്യം ശ്രദ്ധിക്കുന്നത്. ഞാൻ 2012 ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തതാണ്. അപ്പോൾ 2012 ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തിട്ട് ഞാൻ ഇതുവരെ എൻ്റെ ഫൈനൽ ഡിഗ്രി സർട്ടിഫിക്കറ്റ് കളക്ട് ചെയ്ത് വെച്ചിട്ടില്ല. എൻ്റെ കയ്യിലുള്ളത് പ്രൊവിഷണൽ ഡിഗ്രി സർട്ടിഫിക്കറ്റാണ്. അപ്പോൾ ഇതുവരെ ഉണ്ടായിരുന്ന എൻ്റെ കമ്പനിയിലെല്ലാം ഞാൻ ഈ പ്രൊവിഷണൽ ഡിഗ്രി സർട്ടിഫിക്കറ്റാണ് കൊടുത്തിരുന്നത്. പക്ഷേ എനിക്ക് ഇൻ്റർവ്യൂവിന് കോൾസ് വരാൻ തുടങ്ങിയപ്പോൾ എനിക്ക് മനസ്സിലായി ഈ പ്രൊവിഷണൽ സർട്ടിഫിക്കറ്റ് പോരാ, എല്ലാവരും അതിൻ്റെ വാലിഡിറ്റി കഴിഞ്ഞു, എല്ലാവരും ഇപ്പോൾ ഫൈനൽ സർട്ടിഫിക്കറ്റ് ചോദിക്കുന്നുണ്ട്. പക്ഷേ എൻ്റെ കയ്യിൽ ഫൈനൽ സർട്ടിഫിക്കറ്റ് ഇല്ല.
അപ്പോൾ ഞാൻ വിചാരിച്ചു ശരി കോളേജിൽ കോൺടാക്ട് ചെയ്തിട്ട് പ്രിൻസിപ്പാളിനോട് ചോദിക്കാം, ഞാൻ ഫൈനൽ സർട്ടിഫിക്കറ്റ് അപ്ലൈ ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് ചോദിക്കാം. ഞാനൊരു പ്രൈവറ്റ് യൂണിവേഴ്സിറ്റിയിൽ നിന്നാണ് ഡിഗ്രി ചെയ്തിരിക്കുന്നത്, കേരളത്തിന് പുറത്താണ്. അപ്പോൾ ഞാൻ പ്രിൻസിപ്പാളിനെ വിളിച്ച് ചോദിച്ചപ്പോൾ പ്രിൻസിപ്പാൾ പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യ്, നീ ആദ്യമേ യൂണിവേഴ്സിറ്റിയുടെ വെബ്സൈറ്റിൽ കയറിയിട്ട് അവരുടെ പോർട്ടലിൽ നിൻ്റെ എല്ലാ ഇൻഫർമേഷനും ഉണ്ട് എന്നുള്ളതിന് നീ എനിക്ക് അതിൻ്റെ ലിങ്ക് അയച്ചു തരുമോ, അല്ലാന്നുണ്ടെങ്കിൽ നീ അതിൽ കയറിയിട്ട് അതിൻ്റെ സ്ക്രീൻഷോട്ട് എനിക്ക് മെയിൽ ചെയ്യ്, എന്നിട്ട് ബാക്കി കാര്യങ്ങൾ എങ്ങനെയാണ് പ്രൊസീജിയേഴ്സ് ഞാൻ പറഞ്ഞു തരാമെന്ന് പറഞ്ഞു. അപ്പോൾ അതിനുശേഷം പ്രിൻസിപ്പാൾ തന്നെ എന്നോട് പറഞ്ഞു, ഞാൻ നിൻ്റെ പോർട്ടലിൽ പോയിട്ട് നിൻ്റെ ഡീറ്റെയിൽസ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കി, പക്ഷേ നിൻ്റെ ഒരു ഡീറ്റെയിൽസും അവിടെ കാണുന്നില്ല എന്നാണ് പറഞ്ഞത്. അതായത് ആ പോർട്ടലിൽ ഞാൻ ഡിഗ്രി ചെയ്തതിൻ്റെ ഒരു ഇൻഫർമേഷനും ഇല്ല. അപ്പോൾ പ്രിൻസിപ്പാൾ എന്നോട് പറഞ്ഞു, ഈ സിറ്റുവേഷനിൽ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല, നിൻ്റെ ഡിഗ്രി സർട്ടിഫിക്കറ്റ് എനിക്ക് തരാൻ പറ്റില്ല, ഇഷ്യൂ ചെയ്യാനോ അപ്ലൈ ചെയ്യാനോ പറ്റില്ല, നീ യൂണിവേഴ്സിറ്റിയെ കോൺടാക്ട് ചെയ്യാൻ പറഞ്ഞു. ഞാൻ യൂണിവേഴ്സിറ്റിയെ കോൺടാക്ട് ചെയ്തു. യൂണിവേഴ്സിറ്റിയെ കോൺടാക്ട് ചെയ്ത സമയത്ത് അവരെന്നോട് ആദ്യം ചോദിച്ചതെന്ന് പറഞ്ഞാൽ, ഈ 13 വർഷം നീ എന്ത് ചെയ്യുമായിരുന്നു എന്നാണ് ചോദിച്ചത്. 13 വർഷമായിട്ട് നീ എന്തുകൊണ്ട് അപ്ലൈ ചെയ്തില്ല എന്ന് ചോദിച്ചു. എനിക്കതിനൊരു ഉത്തരവില്ലായിരുന്നു. കാരണം ആദ്യത്തെ ജോലിക്കൊക്കെ കയറിയ സമയത്തൊക്കെ ഞാൻ വളരെ ഇത്രയും ഡീറ്റെയിൽസ് ഒന്നും ശ്രദ്ധിക്കത്തില്ലായിരുന്നു, ആ ഒരു ഫ്ലോയിൽ മാത്രം പൊയ്ക്കൊണ്ടിരുന്ന ആളായിരുന്നു. അപ്പോൾ അവരെൻ്റെ അടുത്ത് പറഞ്ഞു, ഒരു കാര്യം ചെയ്യും, നീ ഒരു മെയിൽ അയക്കാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ അവർക്കൊരു മെയിൽ അയച്ചു, എങ്ങനെ എൻ്റെ പോർട്ടലിൽ എൻ്റെ ഇൻഫർമേഷൻസ് ഒക്കെ മിസ്സിംഗ് ആണ്, എനിക്ക് ഫൈനൽ സർട്ടിഫിക്കറ്റ് അപ്ലൈ ചെയ്യണമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ ആ മെയിൽ അയച്ചതും അവരെനിക്ക് റിപ്ലൈ ചെയ്തു. ആ റിപ്ലൈ ചെയ്തതെന്ന് പറഞ്ഞാൽ, ഞങ്ങൾക്കിതിലൊന്നും ചെയ്യാനില്ല, നീ നിൻ്റെ കോളേജിൽ കോൺടാക്ട് ചെയ്യുക, പ്രിൻസിപ്പാളിനോട് പറയുക, അവരെന്തെങ്കിലും ചെയ്തു തരുവാണെന്നുണ്ടെങ്കിൽ ആ വഴിക്ക് പ്രൊസീഡ് ചെയ്യാം എന്നാണ് പറഞ്ഞത്. പ്രിൻസിപ്പാളിനോട് പറഞ്ഞപ്പോൾ പ്രിൻസിപ്പാളും പറഞ്ഞു, എനിക്കൊന്നും ചെയ്യാനില്ല, യൂണിവേഴ്സിറ്റി ആണ് ഇതിൽ തീരുമാനം എടുക്കേണ്ടത്, സർട്ടിഫിക്കറ്റ് തരേണ്ടതെന്ന് പറഞ്ഞു. ശരി, അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കും ഞങ്ങൾ ഉടമ്പടി ജീവിതത്തിൽ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ ഈ നിയോഗം ഇതിൽ വെച്ചിട്ടില്ല. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നിയോഗം വെക്കണമെന്ന് ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു. കാരണം ഇങ്ങനൊരു പ്രശ്നമുള്ള കാര്യമേ അറിയില്ലായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഡെയിലി ബ്രെഡിൻ്റെ സമയത്തും അല്ലാതെ ഞങ്ങളുടെ പേഴ്സണൽ പ്രയറിൻ്റെ സമയത്തും ഒക്കെ ഞങ്ങൾ അമ്മയോട് പറയുമായിരുന്നു. ഞങ്ങൾ പേഴ്സണൽ പ്രയറിൻ്റെ സമയത്ത് ഞങ്ങൾ അമ്മയോട് ഈശോയോട് സംസാരിക്കുകയാണ് ചെയ്യുന്നത്. ഞങ്ങൾ ആദ്യമൊക്കെ ഒരു ഫോർമാറ്റ് വെച്ച് പ്രാർത്ഥിക്കുമായിരുന്നു. പിന്നെ ആയപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി അങ്ങനെയല്ല പ്രാർത്ഥിക്കേണ്ടത്. നമ്മുടെ അമ്മ മാതാവാണല്ലോ, ഈശോ ആണല്ലോ. അപ്പം നമ്മൾ സംസാരിച്ചാൽ മതി, നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ പറഞ്ഞാൽ മതി എന്ന് മനസ്സിലായി. അപ്പോഴത്തേക്കും ഞങ്ങൾ ഈ കാര്യം പറഞ്ഞ് പ്രാർത്ഥിച്ചതിന് ശേഷം എനിക്കപ്പോൾ മനസ്സിൽ തോന്നുകയാണ്, നീ വെബ്സൈറ്റിൽ കയറിയിട്ട് ഇതൊന്ന് ചെക്ക് ചെയ്ത് നോക്ക്. അപ്പോൾ ഞാൻ വെബ്സൈറ്റിൽ കയറി നോക്കിയപ്പോൾ 2 പോർട്ടൽ കാണുന്നുണ്ട്. അതിൽ ഒന്നെന്ന് പറഞ്ഞാൽ സ്റ്റുഡൻസ് പോർട്ടലാണ്, മറ്റേത് എൻറോൾഡ് സ്റ്റുഡൻസ് പോർട്ടലാണ്. അപ്പോൾ ഞാൻ ഈ സ്റ്റുഡൻസ് പോർട്ടലിൽ കയറി നോക്കി, എൻ്റെ ഒരു ഇൻഫർമേഷൻ അവിടെ ഇല്ല, എനിക്ക് ലോഗിൻ ചെയ്യാനേ പറ്റുന്നില്ല, എൻ്റെ ക്രെഡൻഷ്യൽസ് ഒന്നും കറക്റ്റ് അല്ല, വാലിഡ് അല്ല. അപ്പോൾ ഞാൻ പോയിട്ട് എൻറോൾഡ് സ്റ്റുഡൻസ് പോർട്ടലിൽ കയറി നോക്കി. അപ്പോൾ നോക്കുമ്പോൾ എൻ്റെ എല്ലാ ഇൻഫർമേഷനും, ഞാൻ ഡിഗ്രി ചെയ്ത വർഷം, എൻ്റെ പേര്, എൻ്റെ ബയോഡേറ്റ, കംപ്ലീറ്റ് ഇൻഫർമേഷൻ അവിടെ ഉണ്ടായിരുന്നു. പക്ഷേ അപ്പോഴത്തേക്കും എനിക്ക് തോന്നി, ഇനി ഞാൻ പ്രിൻസിപ്പാളിനെ ഒന്ന് കോൺടാക്ട് ചെയ്ത് നോക്കാം. പ്രിൻസിപ്പാളാണല്ലോ പറഞ്ഞത് അവിടെ ഒന്നും കാണുന്നില്ല എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ പ്രിൻസിപ്പാളിനെ വിളിച്ചിട്ട് ഞാൻ ചോദിച്ചു, സാറിന് ചിലപ്പോൾ തെറ്റിപ്പോയതായിരിക്കും, സാർ ഈ സ്റ്റുഡൻസ് പോർട്ടൽ കയറി നോക്കിയോണ്ടായിരിക്കും കാണാത്തതെന്ന് പറഞ്ഞു. അപ്പോൾ സാർ എന്നോട് ചോദിച്ചു, ഞാനിത് സ്ഥിരമായിട്ട് ചെയ്യുന്ന ആളല്ലേ, ഞാൻ സ്റ്റുഡൻസ് പോർട്ടലല്ല കയറി നോക്കി, എൻറോൾഡ് സ്റ്റുഡൻസ് പോർട്ടലിൽ നിൻ്റെ ഒരു ഇൻഫർമേഷൻ ഉണ്ടായിരുന്നില്ല എന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു. അമ്മ മാതാവ് ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ആ സമയത്ത് പ്രവർത്തിച്ചതാണെന്ന് 100% ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടു, ഞങ്ങളതിൽ വിശ്വസിക്കുന്നു. ആ ഒരു സ്ക്രീൻഷോട്ട് ഞങ്ങൾ അയച്ചു കൊടുക്കുകയും അതിൻ്റെ ഇൻഫർമേഷൻസ് അടങ്ങിയ ആ വെബ്സൈറ്റിൻ്റെ എൻ്റെ പോർട്ടലിൻ്റെ ലിങ്ക് ഞാൻ അയച്ചു കൊടുക്കുകയും ഡിഗ്രി സർട്ടിഫിക്കറ്റ് അപ്ലൈ ചെയ്യും, ആ ഡിഗ്രി സർട്ടിഫിക്കറ്റ് എനിക്ക് കിട്ടുകയും ചെയ്തു. അതാണ് എൻ്റെ ഒന്നാമത്തെ സാക്ഷ്യം. ഇനി രണ്ടാമത്തെ സാക്ഷ്യം എന്ന് പറഞ്ഞാൽ, ആ സമയത്തും ജോലിയൊന്നും കിട്ടിയില്ല, ഇങ്ങനെ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കുറച്ച് ഞങ്ങൾ ഉടമ്പടിയിൽ കുറച്ചുകൂടെ മുന്നോട്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങൾക്ക് മനസ്സിലായി, ഈ നിയോഗങ്ങളെല്ലാം വെച്ച് ഇങ്ങനെ പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ ഈശോയുടെ അടുത്ത് ചെന്നിട്ട് ഞങ്ങൾക്ക് ഇത് തരണേ, അത് തരണേ, ഞങ്ങളുടെ ഈ കാര്യങ്ങൾ നടത്തി തരണേ, ആ രീതിയിൽ ഇങ്ങനെ പോയിട്ട് കാര്യമൊന്നുമില്ല. കാരണം ഈശോ നമ്മുടെ അപ്പനാണല്ലോ. അപ്പനോട് പറഞ്ഞാൽ അപ്പൻ നമ്മുടെ കാര്യങ്ങൾ അറിയാത്തൊന്നുമല്ലല്ലോ. ഞങ്ങളുടെ കാര്യങ്ങൾ പറയും, പക്ഷേ ഞങ്ങളുടെ നിയോഗങ്ങൾ വെച്ചിട്ട് അത് തരണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന രീതി ഞങ്ങൾ മാറ്റി. അമ്മ മാതാവാണ് ഞങ്ങളെ കൈ പിടിച്ച് ഈ ഉടമ്പടിയിലേക്ക് കൊണ്ടുവന്നത്. അപ്പോൾ അമ്മയുടെ കൈ പിടിച്ചുകൊണ്ട് ഈശോയുടെ പുറകെ അങ്ങോട്ട് പോയാൽ മതി, വേറെ ഇനിയൊന്നും ചിന്തിക്കേണ്ടെന്ന് ഞങ്ങൾ തീരുമാനിച്ചു. അപ്പോൾ ഞങ്ങളുടെ ഉടമ്പടിയിൽ കൂടുതൽ എങ്ങനെ ബെറ്റർ ആക്കാമെന്ന് ചിന്തിച്ച് ഞങ്ങൾ ഉടമ്പടിയിൽ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഞങ്ങൾ പ്രേക്ഷിത പ്രവർത്തനത്തിനായിട്ട് ഞങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കി, ഞങ്ങൾ ഈ പള്ളിയിൽ കൊണ്ട് ആദ്യം പത്രം കൊടുക്കുന്നതൊക്കെ പള്ളിയിലായിരുന്നു പത്രം കൊടുത്തുകൊണ്ടിരുന്നത്. അപ്പോൾ പള്ളിയിലാകുമ്പോൾ അവരെന്തായാലും വാങ്ങിക്കുമെന്ന് ഉറപ്പാണ്. അപ്പോൾ പള്ളിയിൽ ഇങ്ങനെ പത്രം കൊടുക്കുന്നതിൽ വലിയ കാര്യമൊന്നുമില്ല, ആർക്ക് വേണമെങ്കിലും ചെയ്യാൻ പറ്റുന്ന കാര്യമാണെന്ന് മനസ്സിലായി. അപ്പോൾ ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങാൻ തീരുമാനിച്ചു, ഞങ്ങൾ ടൗണുകളിലേക്ക് ഇറങ്ങാൻ തീരുമാനിച്ചു. ആദ്യം ഞങ്ങളുടെ ടൗണിൽ തന്നെ കൊടുത്തു. പിന്നെ ഞങ്ങൾക്ക് മനസ്സിലായി, ഈ കൊടുത്തെടുത്ത് തന്നെ പിന്നെയും കൊടുത്തുകൊണ്ടിരിക്കാതെ അടുത്തടുത്ത സ്ഥലങ്ങളിലേക്ക് പോകണം. അങ്ങനെ ഞങ്ങളുടെ അടുത്തടുത്ത ടൗണുകളിലേക്ക്, അടുത്തടുത്ത ജില്ലകളിലേക്കൊക്കെ പോയിട്ട് പത്രം കൊടുക്കാൻ തുടങ്ങി. അങ്ങനെ ഞങ്ങളുടെ ജീവിതം ഇങ്ങനെ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഉടമ്പടി ജീവിതത്തിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്, ഇൻ്റർവ്യൂകൾ വരുന്നുണ്ട്, അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇൻ്റർവ്യൂകളെല്ലാം തന്നെ ഏകദേശം ഫൈനൽ റൗണ്ട് വരെയൊക്കെ വരും. അപ്പോൾ ഞാൻ ഇൻ്റർവ്യൂ ഒക്കെ ആദ്യം അറ്റൻഡ് ചെയ്ത സമയത്ത് ഞാൻ വിശ്വസിച്ചിരുന്നതെന്ന് പറഞ്ഞാൽ, എനിക്കൊരു 2 മാസത്തെ സമയം ആവശ്യമുള്ളൂ. ആ 2 മാസം കൊണ്ട് എനിക്ക് ക്വാളിഫിക്കേഷൻ ഉണ്ട്, എനിക്ക് എക്സ്പീരിയൻസ് ഉണ്ട്, ഇൻ്റർവ്യൂ ക്രാക്ക് ചെയ്ത് ഒരു ജോലിക്ക് കയറാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. അങ്ങനെയാണ് ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ഒരു ഇൻ്റർവ്യൂ ആയി, 2 ഇൻ്റർവ്യൂ ആയി, 3 ഇൻ്റർവ്യൂ ആയി. അപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി,
എൻ്റെ ക്വാളിഫിക്കേഷൻ ഒന്നും ഇവിടെ വർക്കൗട്ട് ആവുന്നില്ല, അല്ലെങ്കിൽ എൻ്റെ പെർഫോമൻസ് ഒന്നും ഇവിടെ വർക്കൗട്ട് ആവുന്നില്ല. ഞാൻ എങ്ങനെയൊക്കെ പെർഫോം ചെയ്തിട്ടും അവസാനം വരുമ്പോൾ അവരെന്നെ സെലക്ട് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ അവർ പറയും നിൻ്റെ എക്സ്പീരിയൻസ് ഞങ്ങളുടെ കമ്പനിയുടെ റിക്വയർമെൻറ്റ്സുമായിട്ട് അത്രയും മാച്ച് ചെയ്യുന്നില്ല, അതുകൊണ്ട് സോറി വേറെ അടുത്ത ഒരു തവണ നോക്കാം എന്നുള്ള രീതിയിൽ പറയാൻ തുടങ്ങി. പതിയെ ആ രീതിയിൽ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഉടമ്പടി ജീവിതത്തിൽ ഞങ്ങൾ ശക്തി പ്രാപിച്ച് വന്നുകൊണ്ടിരുന്നതുകൊണ്ട് ഞങ്ങളുടെ പേടി, ആ ഭയമൊക്കെ അങ്ങ് മാറിപ്പോയി. അങ്ങനെ ഞങ്ങൾ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഞങ്ങളിങ്ങനെ ഉടമ്പടി ജീവിതത്തിൽ പോകുമ്പോഴത്തേക്ക് ഞങ്ങൾക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. അതായത് ഈ ഉടമ്പടിയിൽ നമ്മൾ കൃത്യമായിട്ടെല്ലാം പാലിക്കുന്നുണ്ടോ, എല്ലാം കൃത്യമായിട്ട് ചെയ്യുന്നുണ്ടോ എന്ന് നമ്മളെങ്ങനെ അസസ് ചെയ്യും? അപ്പോൾ അങ്ങനെ ഒരു സംശയം വന്നപ്പോൾ ഞങ്ങളൊരു കാര്യം ചെയ്തു. ഒരു കാര്യം ചെയ്യാം, നമുക്കൊരു ചെക്ക് ലിസ്റ്റ് ഉണ്ടാക്കാം. ആ ചെക്ക് ലിസ്റ്റിൽ ഞങ്ങളൊരു 12 ചെക്ക് പോയിൻറ്റ്സ് ഉണ്ടാക്കി. എന്നിട്ട് അതിൽ ഞങ്ങൾ ഉടമ്പടി ജീവിതത്തിൽ പാലിക്കേണ്ട എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് പാലിക്കുന്നുണ്ട്, ഒപ്പം ഞങ്ങൾ പേഴ്സണലായിട്ട് ചെയ്യേണ്ട കാര്യങ്ങളും പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പ് ഞങ്ങൾ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ഞങ്ങൾ മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്നപ്പോഴത്തേക്കും കുറച്ചുകൂടെ പോയപ്പോഴത്തേക്കും ഞങ്ങൾ കോർപ്പറേറ്റിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്കറിയാം, നമ്മുടെ പെർഫോമൻസ് അസസ് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ പല ഗ്രാഫുകളും ചാർട്ടുകളും ഒക്കെ ക്രിയേറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഈ ചെക്ക് പോയിൻറ്റ്സ് നമ്മൾ ചെക്ക് ചെയ്ത് പോകുന്നുണ്ടെങ്കിലും പക്ഷേ നമ്മുടെ പെർഫോമൻസ് കൂടുന്നുണ്ടോ കുറയുന്നുണ്ടോ എന്ന് നോക്കാനായിട്ട് നമുക്ക് പറ്റുന്നില്ലല്ലോ. അപ്പോൾ ഞങ്ങളൊരു കാര്യം ചെയ്തു, ഞങ്ങൾ ഈ പോയിൻറ്റ്സ് എല്ലാം കൂട്ടി ഓരോ ആഴ്ചയിലും ഞങ്ങളൊരു ഗ്രാഫ് പ്ലോട്ട് ചെയ്യാൻ തുടങ്ങി. എക്സ് ആക്സിസിൽ ഞങ്ങൾ വീക്ക്, വൈ ആക്സിസിൽ ഞങ്ങളുടെ കിട്ടുന്ന പോയിൻറ്റ്സ് അങ്ങനെ ഇട്ടിട്ട് ഒരു ഗ്രാഫ് പ്ലോട്ട് ചെയ്ത് ഓരോ ആഴ്ചയിലും ഞങ്ങൾ ഉടമ്പടി ജീവിതത്തിൽ എങ്ങനെയാണ് നന്നായി പോകുന്നുണ്ടോ, ബെറ്ററായിട്ട് പോകുന്നുണ്ടോ, എവിടെയാണ് ഞങ്ങൾക്ക് വീഴ്ച വരുന്നുണ്ടെങ്കിൽ അതെങ്ങനെ ഇമ്പ്രൂവ് ചെയ്യാം, അങ്ങനെ നോക്കി ഞങ്ങൾ മുമ്പോട്ട് പോകാൻ തുടങ്ങി. അപ്പോഴത്തേക്കും മുമ്പോട്ട് പോയി അതിൻ്റെ ഇടയ്ക്ക് ഇൻ്റർവ്യൂസൊക്കെ വരുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് എനിക്കൊരു ഇൻ്റർവ്യൂ വന്നിരുന്നു. ആ ഇൻ്റർവ്യൂവിന് ഞാൻ ആദ്യത്തെ 2 റൗണ്ട് അറ്റൻഡ് ചെയ്തതിന് ശേഷം ആ ഇൻ്റർവ്യൂ അവർ പിന്നീടൊന്നും പറഞ്ഞില്ല. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് അവർ വന്നിട്ട് എന്നോട് പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, ബാംഗ്ലൂർ ലൊക്കേഷനിലേക്ക് ആണ് ഇൻ്റർവ്യൂ ആദ്യം എടുത്തത്, നീ സെലക്ട് ആയിട്ടുണ്ട്, പക്ഷേ നിനക്ക് ബാംഗ്ലൂർ ലൊക്കേഷനിൽ തരാൻ പറ്റില്ല, ഹൈദരാബാദ് ലൊക്കേഷനിൽ വേണമെങ്കിൽ നിന്നെ അങ്ങോട്ട് പോസ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. ഞാൻ മുമ്പേ അതിൻ്റെ കരിയറൊക്കെ സ്റ്റാർട്ട് ചെയ്ത് ബാംഗ്ലൂരാണ്. അപ്പോൾ എനിക്ക് അവിടെ തന്നെ പോയിട്ട് വർക്ക് ചെയ്യണമെന്നായിരുന്നു ആഗ്രഹം. അപ്പോൾ എനിക്ക് പരിചയമുള്ള സ്ഥലമാണ്. അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു, നിങ്ങൾ ആദ്യം ബാംഗ്ലൂർ ലൊക്കേഷൻ എന്നല്ലേ പറഞ്ഞേ, ഇപ്പോൾ എന്തുകൊണ്ടാണ് ഹൈദരാബാദ് എന്ന് പറയുന്നത്, ഇപ്പോൾ എനിക്ക് ബാംഗ്ലൂർ തന്നെ തരാൻ പറ്റില്ലെന്ന് ചോദിച്ചു. അപ്പോൾ അവർ ശരി നോക്കട്ടെ എന്ന് പറഞ്ഞു, അവർ പോയി. അതിനുശേഷം അവർ പറഞ്ഞു, പിന്നെ തിരിച്ചു വന്നതിന് ശേഷം പറഞ്ഞു, ഓക്കെ ബാംഗ്ലൂർ ലൊക്കേഷനിലേക്ക് നിനക്ക് തരാം, പക്ഷേ നീ ഇപ്പോൾ ചെയ്ത എല്ലാ ഇൻ്റർവ്യൂവിൻ്റെ പ്രോസസ്സുകളും ഒന്നും കൂടി പിന്നെയും ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ അതിൽ 2 റൗണ്ട് ഉണ്ടായിരുന്നു. ആ 2 റൗണ്ട് ഞാൻ പിന്നെയും ചെയ്യുകയാണ് ചെയ്തത്. ആ 2 റൗണ്ട് ചെയ്യുമ്പോൾ തന്നെ അതിൽ 3 പാട്ടുള്ള ഒരു അസസ്മെൻ്റ് ആയിരുന്നു ആദ്യം എനിക്ക് തന്നിരുന്നത്. അപ്പോൾ ഈ 3 പാട്ടിൽ രണ്ടാമത്തെ പാട്ടെന്ന് പറയുന്നത് ഏകദേശം ഒരു 1 വീക്ക് എടുക്കും കംപ്ലീറ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ ആ 1 വീക്ക് എടുത്ത് കംപ്ലീറ്റ് ചെയ്യേണ്ട ആ പ്രോസസ്സ് ഞാൻ ഓൾറെഡി കംപ്ലീറ്റ് ചെയ്തതാണ്. അപ്പോൾ ഞാൻ HR-നോട് ചോദിച്ചു, ഇതിനി ഞാൻ പിന്നെയും ഈ ഒരാഴ്ച എടുത്ത് ചെയ്യണമെന്ന് ചോദിച്ചപ്പോൾ HR പറഞ്ഞു, സെയിം സബ്ജക്റ്റിലാണ് നിനക്ക് തന്നിരിക്കുന്നതെങ്കിൽ ചെയ്യേണ്ട, വേറെ സബ്ജക്റ്റിലാണ് നീ ചെയ്യണമെന്ന് പറഞ്ഞു. ശരിയെന്ന് പറഞ്ഞു. ഞാനപ്പോൾ പിന്നെയും അസസ്മെൻ്റ് എല്ലാം വായിച്ചു നോക്കി എനിക്ക് മനസ്സിലായി വേറെ ഒരു സബ്ജക്റ്റിലാണ് എനിക്ക് തന്നിരിക്കുന്നതെന്ന്. അപ്പോൾ ഞാൻ HR-നെ വിളിച്ചിട്ട് ചോദിക്കാമെന്ന് തീരുമാനിച്ചു, ഇത് വേറെ സബ്ജക്റ്റിലാണ്, പക്ഷേ ഞാൻ ചെയ്ത അതേ പ്രോസസ്സ് തന്നെയാണല്ലോ, അപ്പോൾ ഇത് ഞാൻ ചെയ്യണമെന്ന് ചോദിക്കാമെന്ന് തീരുമാനിച്ചു. അപ്പോൾ വൈഫ് എൻ്റെ അടുത്ത് പറഞ്ഞു, ഞാൻ വിളിച്ചു നോക്കി HR-നെ, അപ്പോൾ അവർ ഫോൺ കട്ട് ചെയ്തു. അപ്പോൾ വൈഫ് എൻ്റെ അടുത്ത് പറഞ്ഞു, വൈഫ് ഫോൺ കട്ട് ചെയ്തതല്ലേ, അപ്പോൾ അമ്മ മാതാവ് നമുക്ക് വേണ്ടി തരാൻ വേണ്ടി കൽപ്പിച്ചിട്ടുള്ള ഇൻ്റർവ്യൂ ആണ് ഇതെന്നുണ്ടെങ്കിൽ ആ ബി പാട്ടെന്ന് പറയുന്ന പാട്ട് അസസ്മെൻറ്റിൽ ഒരു പാട്ട് കംപ്ലീറ്റ് ചെയ്യേണ്ട, ഉള്ള 2 പാർട്ടുകൾ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം കൊടുക്കുക, അവർ നമ്മളെ അതില്ലാതെ തന്നെ അടുത്ത റൗണ്ടിലേക്ക് പ്രൊസീഡ് ചെയ്യുമെന്ന് പറഞ്ഞു. ഞാൻ അങ്ങനെ തന്നെ അയച്ചു കൊടുത്തു. ഞങ്ങൾ പ്രാർത്ഥിച്ച് അങ്ങനെ തന്നെ അയച്ചു കൊടുത്തു. അതിനുശേഷം അവർ ആ ബി പാട്ട് ചെയ്യാതെ തന്നെ എന്നെ ആ ഫസ്റ്റ് 2 പാട്ടുകൾ ABC എന്നുള്ളതിൽ Aയും Dയും Cയും പാട്ടുകൾ മാത്രം കംപ്ലീറ്റ് ചെയ്ത് ഇൻ്റർവ്യൂവിലേക്ക് സെലക്ട് ചെയ്തു. അങ്ങനെ ഞങ്ങളൊരു ദിവസം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും, ഉടമ്പടി പ്രാർത്ഥന ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും ഞങ്ങൾ മെഴുകുതിരിയിൽ പെട്ടെന്നിങ്ങനെ ആ ലിക്വിഡ് അനങ്ങുന്ന പോലെ തോന്നി. ആ ലിക്വിഡ് അനങ്ങുന്ന പോലെ തോന്നിയിട്ട് ഞങ്ങൾ ആ ലിക്വിഡിലേക്ക് നോക്കിയിട്ട് ഞാൻ പറഞ്ഞു, എന്തോ സംഭവിക്കുന്നുണ്ടല്ലോ എന്ന് ഞാനിങ്ങനെ പറഞ്ഞു. പക്ഷേ കാര്യമാക്കിയില്ല. അപ്പോഴത്തേക്കും അതിൽ പതിയെ ഒരു നമ്പർ തെളിഞ്ഞു വന്നു. ഞാനത് കാണിക്കാം. 24 എന്നാണ് ഇതിൽ എഴുതിയിരിക്കുന്ന നമ്പർ എന്ന് പറയുന്നത്. അപ്പോൾ എനിക്ക് നവംബർ 29-ാം തീയതിയാണ് ഈ ഡേറ്റ് കിട്ടുന്നത്. ഈ നമ്പർ കിട്ടുന്നത് നവംബർ 29-ാം തീയതിയാണ്. അപ്പോൾ അതിനുശേഷം ഞങ്ങൾ പറഞ്ഞു, നമ്മൾ വെച്ചിരിക്കുന്ന ഏത് നിയോഗത്തിലാണ്, ഇനി ജോലിയുടെ കാര്യമാണോ അതോ മറ്റേതെങ്കിലും നിയോഗത്തിലാണോ എന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയത്തില്ല. ഒരു കാര്യം ചെയ്യാം, നമ്മൾ നിയോഗം വെച്ച് പ്രാർത്ഥിക്കുന്നത് നിർത്തിയതാണല്ലോ. അപ്പോൾ നമുക്ക് നമ്മുടെ ഉടമ്പടി ജീവിതത്തിൽ മുമ്പോട്ട് പോയിക്കൊണ്ട് തന്നെ ഇരിക്കാം. നമുക്ക് അമ്മയുടെ കൂടെ ഈശോയുടെ കൂടെ മുമ്പോട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കാം. നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ നമുക്ക് കൃത്യമായിട്ട് ചെയ്തുകൊണ്ടിരിക്കാം എന്ന് പറഞ്ഞ് ഞങ്ങൾ മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്നു. അപ്പോൾ കുറച്ച് നാളങ്ങനെ തന്നെ മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്നു. നവംബർ 29-ാം തീയതിയാണ്. അപ്പോഴും ഈ കഴിഞ്ഞ ഇൻ്റർവ്യൂവിൻ്റെ കാര്യം ഞങ്ങൾ ചിന്തിക്കുമ്പോഴും ഞങ്ങൾ വിചാരിക്കുന്നത് നവംബർ 29, ഇപ്പം ഇതിൻ്റെ പ്രോസസ്സ് എല്ലാം കഴിഞ്ഞു, ഓഫർ കിട്ടാനാണെങ്കിൽ ഇപ്പോൾ കിട്ടണം, അല്ലാന്നുണ്ടെങ്കിൽ ഇനി 24 എന്നൊരു ഡേറ്റാണ് നമ്മൾ കാണിച്ചു തരുന്നതെങ്കിൽ 24 ദിവസമുണ്ട്. 24 ദിവസം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായാലും ഓഫർ വരാനുള്ള സാധ്യതയില്ല. കാരണം പ്രോസസ്സ് ഇൻ്റർവ്യൂ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ തന്നെ ഓഫർ ലെറ്റർ വരുന്നതാണ് നമ്മൾ സെലക്ട് ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ. ശരി, അത് വിട്ടേക്കാം എന്ന് പറഞ്ഞ് ഞങ്ങൾ മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്നു. അങ്ങനെ ഉടമ്പടി ജീവിതത്തിലും ഞങ്ങളെ കഴിയുന്ന ഏറ്റവും നല്ല രീതിയിൽ മുമ്പോട്ട് പോകാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ ഡിസംബറായി.
ഡിസംബർ 23 ആകുമ്പോഴത്തേക്കും ഞങ്ങൾക്ക് അവിടെ നിന്നൊരു കൺഫർമേഷൻ മെയിൽ വന്നു. ഞാൻ അറ്റൻഡ് ചെയ്ത കമ്പനിയിൽ നിന്നൊരു കൺഫർമേഷൻ മെയിൽ വന്നു. ആ കൺഫർമേഷൻ മെയിൽ നിങ്ങളുടെ ഓഫർ ലെറ്റർ ഞങ്ങൾ ഉടനെ തന്നെ വിത്തിൻ ഫ്യൂ ഡേയ്സിൽ റിലീസ് ചെയ്യുന്നതാണെന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾക്ക് ആ മെയിൽ വന്നത്. അപ്പോൾ ഞങ്ങൾ കൂട്ടി നോക്കുമ്പോഴത്തേക്കും ഞങ്ങൾ ജസ്റ്റ് ഒരു ക്യൂരിയോസിറ്റിയിൽ ആ നമ്പർ ഒന്ന് വെച്ച് ഞങ്ങൾ നോക്കി. ആ അമ്മ കാണിച്ചു തന്ന 24 എന്നുള്ള നമ്പറിൽ ആ 29ാമത്തെ ഡേറ്റ് മുതൽ 24ാമത്തെ ദിവസമാണ് ഞങ്ങൾക്ക് ആ കൺഫർമേഷൻ മെയിൽ വന്നിരിക്കുന്നത്. ശരി, അതായിരിക്കും ഞങ്ങളുടെ സാക്ഷ്യം, അല്ലെങ്കിൽ അതാണ് കിട്ടിയതെന്ന് ഞങ്ങൾ വിചാരിച്ചു. അപ്പോൾ അതിനുശേഷം എന്ന് പറയുന്നത് ഡിസംബർ 24 അപ്പോൾ ഇനി ഡിസംബർ 24 എന്തെങ്കിലും സംഭവിക്കുമോ ഇല്ലയോ എന്ന് ഞങ്ങൾക്ക് അറിയാൻ പാടില്ല. ഞങ്ങൾ വെയിറ്റ് ചെയ്തു. അപ്പോൾ ഞങ്ങൾ അടുത്ത ദിവസത്തേക്ക് കാത്തിരിക്കുകയാണ്. ഞങ്ങളുടെ കയ്യിൽ കുറച്ച് പത്രം കൂടെ ബാക്കിയുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഇതെല്ലാം ഞങ്ങൾ വിട്ടു. അന്ന് ഉച്ചയ്ക്ക് ശേഷം വൈകിട്ട് പള്ളിയിൽ പോകാനുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ഒരുക്കങ്ങളെല്ലാം ഉണ്ട്. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഞങ്ങളുടെ അടുത്തുള്ള ടൗണിലേക്ക് പോകണം, ഇതുവരെ ഞങ്ങളുടെ കയ്യിലുള്ള ബാക്കിയുള്ള പത്രങ്ങളെല്ലാം കൊടുത്തു തീർക്കണം എന്ന് ഞങ്ങൾ വിചാരിച്ചു. അങ്ങനെ ബാക്കിയുള്ള പത്രങ്ങളെല്ലാം ഞങ്ങൾ വളരെ സ്നേഹത്തോടു കൂടി ഓരോ ആൾക്കാരോടും സംസാരിച്ച് സമയം എടുത്തുകൊണ്ട് ഞങ്ങൾക്ക് ഏറ്റവും കുറവ് പത്രം കൊടുക്കാൻ പറ്റുള്ളെങ്കിലും അന്ന് അവിടെ കൊണ്ട് നിർത്തി അടുത്ത ദിവസം പിന്നെയും പോയി ബാക്കി കൊടുക്കുകയാണ് ഞങ്ങൾ ചെയ്യുന്നത്. അന്നത്തെ ദിവസം ഞങ്ങൾ പത്രങ്ങളെല്ലാം കൊടുത്തു തീർത്ത് തിരിച്ചു വന്നു. അന്ന് 6 മണിയായി, ഒന്നും സംഭവിക്കുന്നില്ല. 9 to 6 ആണ് വർക്കിംഗ് അവേഴ്സ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഒന്നും സംഭവിക്കുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നില്ല. ശരി, പള്ളിയിൽ പോകാം, ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാം എന്ന് പറഞ്ഞു ഒരുങ്ങി. 7 മണിയായപ്പോഴത്തേക്കും എനിക്കൊരു മെയിൽ വന്നു. ഞാൻ ജസ്റ്റ് മെയിൽ എടുത്ത് നോക്കിയപ്പോൾ അതെൻ്റെ ഓഫർ ലെറ്റർ ആയിരുന്നു. ആ തിരിയിൽ ഞങ്ങൾ കണ്ട 24 എന്ന് പറയുന്ന നമ്പർ 24ാമത്തെ തീയതി ഡിസംബർ 24 ഓഫർ നൽകി പരിശുദ്ധ അമ്മ മാതാവ് ഞങ്ങളെ അനുഗ്രഹിച്ചു. അതായിരുന്നു ഞങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും സന്തോഷം ഉണ്ടായിരുന്നൊരു ക്രിസ്മസ്. കാരണം കഴിഞ്ഞ ഒരു വർഷമായിട്ട് ഞങ്ങൾ സാലറി ഒന്നും കിട്ടാതെ, ഞങ്ങൾക്ക് കുറേ സാലറികൾ ഡിലേ ആയിക്കൊണ്ടേ ഇരിക്കുകയാണ്. വല്ലപ്പോഴും ഒരു സാലറി കിട്ടും എന്നല്ലാതെ കൃത്യമായി സാലറി വരുന്നില്ല. വളരെ കഷ്ടപ്പാടിലായിരുന്നു. എത്ര ഇൻ്റർവ്യൂകൾ അറ്റൻഡ് ചെയ്താലും ക്ലിയർ ആവുന്നില്ലാത്തൊരവസ്ഥയിലായിരുന്നു. പക്ഷെ അപ്പോഴും ഉടമ്പടി ജീവിതത്തിലായിരുന്നെങ്കിലും ഉടമ്പടി ജീവിതത്തിൻ്റെ അർത്ഥം എന്താണെന്ന് മനസ്സിലാക്കി ഞങ്ങളതിൽ മുമ്പോട്ട് പോകാൻ ശ്രമിച്ചിരുന്നില്ല. പക്ഷേ ഉടമ്പടി ജീവിതത്തിൻ്റെ അർത്ഥം മനസ്സിലാക്കി മുമ്പോട്ട് പോകാൻ ശ്രമിച്ചപ്പോഴത്തേക്കും ഞങ്ങൾക്ക് പരിശുദ്ധ അമ്മ മാതാവ് ഈശോയുടെ അടുത്തുനിന്ന് വാങ്ങി തന്ന അനുഗ്രഹങ്ങളാണിത്. ഇതാണ് ഞങ്ങളുടെ സാക്ഷ്യങ്ങൾ. ഞങ്ങളുടെ പ്രേക്ഷിത പ്രവർത്തനം ഞങ്ങൾ എല്ലാ മാസവും വന്ന് കൃത്യമായിട്ട് കൃപാസനം പത്രം വാങ്ങിക്കൊണ്ട് ഞങ്ങളാൽ കഴിയുന്ന എല്ലാ സ്ഥലങ്ങളിലും, ഞങ്ങൾ അടുത്തുള്ള ടൗണുകളിൽ, വേറെ പുതിയ ടൗണുകളിൽ, അടുത്തുള്ള ജില്ലകളിൽ എല്ലാം പോയി, അതിപ്പോൾ മഴയാണെങ്കിലും വെയിലാണെങ്കിലും എന്താണെങ്കിലും ഞങ്ങളത് കാര്യമാക്കാറില്ല. അങ്ങനെ പോയി പത്രം കൊടുക്കുമായിരുന്നു. പത്രം കൊടുക്കുന്ന ഓരോരുത്തരോടും ഞങ്ങൾ പറഞ്ഞ് പ്രാർത്ഥിച്ചു കൊടുക്കും. ചിലർ അവരുടെ വിഷമങ്ങളൊക്കെ നമ്മളോട് സംസാരിക്കും. അവരുടെ വിഷമങ്ങളൊക്കെ പറയുമ്പോൾ ഞങ്ങൾ ഉടമ്പടിയെക്കുറിച്ചും പരിശുദ്ധ അമ്മ മാതാവിനെക്കുറിച്ചും ഈശോയെക്കുറിച്ചും ഒക്കെ അവരോട് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കും. അങ്ങനെയാണ് ഞങ്ങൾ പത്രം കൊടുത്തുകൊണ്ടിരുന്നത്. അതുപോലെ ഞങ്ങളുടെ കാരുണ്യപ്രവർത്തികളെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ അടുത്തുള്ള ആരുമില്ലാത്ത വൃദ്ധരായിട്ടുള്ള ആളുകൾ താമസിക്കുന്ന സ്ഥലം, സ്നേഹാലയങ്ങൾ, അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പോയിട്ട് അവരുടെ അടുത്ത് സംസാരിക്കുകയും അവരോടുകൂടെ സമയം സ്പെൻഡ് ചെയ്യുകയും അവർക്ക് ഈശോയെക്കുറിച്ച് പറഞ്ഞു കൊടുക്കുകയും ഒക്കെ ചെയ്യുന്നതാണ് ഞങ്ങൾ ചെയ്തുകൊണ്ടിരുന്നത്. അതുപോലെ ആഹാരം കഴിക്കാനില്ലാതെ തെരുവുകളിലൊക്കെ ഇരിക്കുന്ന ആളുകളുടെ അടുത്ത് പോയിട്ട് അവരോട് വളരെ സ്നേഹത്തോടുകൂടി സംസാരിച്ച് അവർക്ക് ഭക്ഷണം കൊടുക്കുകയും ഇതൊക്കെയാണ് ഞങ്ങൾ ചെയ്തുകൊണ്ടിരുന്നത്. ഇതിലെല്ലാത്തിനും ഉപരിയായിട്ട് എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ഉടമ്പടി ജീവിതത്തിൽ ഞങ്ങൾക്ക് കിട്ടിയ ഈ അനുഗ്രഹങ്ങളെയല്ല ഞങ്ങളിപ്പോൾ വാല്യൂ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഈ ഉടമ്പടി ജീവിതത്തിൽ നിന്ന് കിട്ടിയ നിധി എന്ന് പറയുന്നത് ഈശോയെ തന്നെയാണ്, പരിശുദ്ധ അമ്മ മാതാവിനെ തന്നെയാണ്. അപ്പോൾ ഇനിയുള്ള ഞങ്ങളുടെ അങ്ങോട്ടുള്ള ജീവിതത്തിൽ പരിശുദ്ധ അമ്മയുടെ കൈ പിടിച്ചുകൊണ്ട് ഈ ഉടമ്പടി ജീവിതത്തിൽ ഈശോയുടെ പുറകെ തന്നെ പോകും എന്നാണ് ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നതും തീരുമാനം എടുത്തിരിക്കുന്നതും. ഈ അൾത്താരയിൽ വന്ന് ഇനിയും സാക്ഷ്യം പറയാൻ ഞങ്ങൾ തീർച്ചയായിട്ടും വരും എന്നുള്ള ഉറപ്പോടുകൂടി തന്നെയാണ് ഞങ്ങൾ പോകുന്നത്. പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ട് ഈ പുണ്യഭൂമിയിൽ വന്ന് ഞങ്ങൾക്ക് 2 പേർക്കും ഈ സാക്ഷ്യം പറഞ്ഞ് കർത്താവിനെ മഹത്വപ്പെടുത്താൻ അനുവദിച്ച ഈ വലിയ അനുഗ്രഹത്തെ ഓർത്ത് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. ഇത് എൻ്റെ 7ാമത്തെ സാക്ഷ്യമാണ് നമ്മുടെ അൾത്താരയിൽ. എൻ്റെ പേര് ഡോക്ടർ ശീതൽ. ഞാൻ മാവേലിക്കരയിൽ നിന്നാണ് വരുന്നത്. ഞാൻ ഉടമ്പടി സിൽവർ ഗ്രേ ആണ് എനിക്കിപ്പോൾ ഉള്ളത്. 19 പ്രാവശ്യം എനിക്ക് ഉടമ്പടി പുതുക്കി പരിശുദ്ധ അമ്മയുടെ ഉടമ്പടി ജീവിതത്തിൽ നിലനിൽക്കാൻ ദൈവം അനുവദിച്ചു. അത് എൻ്റെ യോഗ്യതയാലൊന്നുമല്ല, പരിശുദ്ധ അമ്മയുടെയും ഈശോയുടെയും ദയ കൊണ്ട് മാത്രമാണ് ഞാനിന്നിവിടെ നിൽക്കുന്നത്. ഇന്നിവിടെ പറയാൻ പോകുന്നത് ഒരു അത്ഭുതമായൊരു കഥ. കാരണം എന്താ വെച്ചാൽ എൻ്റെ ചെറുപ്പത്തിൽ എൻ്റെ കുഞ്ഞുമക്കളെ നോക്കാൻ എന്നെ സഹായിക്കാൻ വന്നൊരു കുഞ്ഞ്, അവളെ കല്യാണം കഴിപ്പിച്ച് വീട്ടിൽ നിന്ന് അയച്ചു. ആ കുഞ്ഞാണ് സരള എന്ന് പറഞ്ഞ് എൻ്റെ അടുത്ത് നിൽക്കുന്ന കുട്ടി. അവൾ കല്യാണം കഴിച്ച് തമിഴ്നാട്ടിലുള്ള കൊച്ചാണ്. അവൾ പോയി തമിഴ്നാട്ടിലേക്ക്. അത് കഴിഞ്ഞ് പിന്നെ കോണ്ടാക്ട്സ് ഒന്നുമില്ല. പണ്ടൊന്നും മൊബൈൽ ഫോൺസ് ഒന്നുമില്ല, അപ്പം നമ്പറുകളൊന്നുമില്ല. അവളുടെ കല്യാണവും കുഞ്ഞുമക്കളുമായിട്ട് അവിടെ ജീവിച്ചു. പിന്നീട് 13 വർഷങ്ങൾക്ക് ശേഷം
അവൾ എൻ്റെ നമ്പർ കിട്ടുകയും അവൾ എൻ്റെ ഭവനത്തിലേക്ക് തിരിച്ചു വരികയാണ് ചെയ്തത്. അതൊരു മിറാക്കിളാണ്. 13 വർഷം കഴിഞ്ഞ് ഒരു വ്യക്തി നമ്മുടെ ഭവനത്തിലേക്ക് നമ്മൾ അന്വേഷിച്ചു വരിക എന്ന് പറഞ്ഞാൽ അത് അത്ഭുതം തന്നെയാണ്. അതിൽ യാതൊരു അത്ഭുതം അല്ലാതെ വേറെ ഒന്നുമില്ല. പരിശുദ്ധ അമ്മ അവളെ തിരിച്ച് വിളിക്കുകയായിരുന്നു എന്നാണ് ഇപ്പോൾ എനിക്ക് മനസ്സിലാവുന്ന വലിയ സത്യം. അവൾ വന്നു, അവൾ എന്നോട് പറഞ്ഞു അവളുടെ മകന് വയ്യാതെ ഇരിക്കുമായിരുന്നു, യൂറിനറി ബ്ലാഡർ സിസ്റ്റ് ആയിരുന്നു. അത് സർജറി കഴിഞ്ഞു. അത് കഴിഞ്ഞ് അവൾ എന്നോട് പറഞ്ഞു, ചേച്ചി എനിക്ക് ഒരു മാസം ചേച്ചിയുടെ അടുത്ത് വന്നൊന്ന് നിൽക്കണം. അവളുടെ ബുദ്ധിമുട്ടുകളോ അവളുടെ പ്രശ്നങ്ങളോ ഒന്നും എന്നോട് അവൾ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഇത്രയും 13 വർഷം കഴിഞ്ഞൊരു കുഞ്ഞ് നമ്മളെ വിളിച്ച് നമ്മുടെ കൂടെ വരിക, നമ്മളുടെ അടുത്ത് വന്ന് നിൽക്കാനെന്ന് പറയുമ്പോൾ അത് എൻ്റെ ജീവിതത്തിൽ വലിയ അനുഗ്രഹമായിരുന്നു. കാരണം എൻ്റെ ഡാഡിയും മമ്മിയൊക്കെ മരിച്ചു പോയിരുന്നു. മമ്മിയുടെ ഒപ്പമായിരുന്നു അതിനുശേഷം അവൾ നിന്നിരുന്നത്. അമ്മ മരിച്ചു പോയപ്പോഴും അവൾക്ക് അറിഞ്ഞുകൂടായിരുന്നു. ബിക്കോസ് ഇൻഫർമേഷൻസ് ഒന്നുമില്ല, ന്യൂസ് അവിടെ അവർക്ക് എത്തിപ്പെടാനോ അറിയാനോ ഒന്നും ഒരു വഴിയില്ല. അപ്പോൾ എനിക്ക് തോന്നുന്നു അന്ന് പഠിപ്പിച്ച ജപമാല പ്രാർത്ഥന അവളുടെ കരങ്ങളിൽ, അതായിരുന്നു അവളുടെ സേവിങ്സ് ബാങ്ക് അക്കൗണ്ട്, എൻ്റെ അമ്മ പഠിപ്പിച്ച ജപമാല. അപ്പോൾ ആ ജപമാല മണികൾ അവൾക്ക് സേവിങ്സ് ബാങ്ക് അക്കൗണ്ടായി. അവൾ തിരിച്ചു വന്നു എൻ്റെ ഭവനത്തിൽ ഇങ്ങനെ അഡ്രസ്സ് കൊടുത്തപ്പം. എന്നിട്ട് ഒരു മാസം എൻ്റെ ഒപ്പം നിന്നു. അപ്പോൾ എൻ്റെ പ്രാർത്ഥനയിൽ, അപ്പം ഞാൻ ഉടമ്പടി ജീവിതമായിട്ട് ഞാൻ മുന്നോട്ട് പോവുകയാണ്. എൻ്റെ പ്രാർത്ഥന മുഴുവൻ അവൾ കണ്ടു. അവൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. കുടുംബ പ്രാർത്ഥനയിൽ അവൾ ജപമാല മണി തുടങ്ങി. ആദ്യമായിട്ട് 13 വർഷം കഴിഞ്ഞു പോയൊരു കുഞ്ഞിന് ജപമാല മറക്കാതെ ഞങ്ങളുടെ ഒപ്പം ഇരുന്ന് ജപമാല ചെല്ലാൻ ദൈവം അനുവദിച്ചു. ഇതൊക്കെ ദൈവത്തിൻ്റെ മുമ്പിൽ അത്ഭുതമല്ലാതെ വേറെ ഒന്നും എനിക്ക് പറയാനില്ല. ഡോക്ടർ എന്ന നിലയ്ക്ക് സയൻസ് ഒന്നും അല്ലെന്ന് മനസ്സിലാക്കുന്ന ഒരു കാര്യമാണ്. 13 ഇയേഴ്സ് കഴിഞ്ഞു കഴിഞ്ഞാലും ഒരാൾ ആ ജപമാല, ഒരു ഹിന്ദു ആൻഡ് ഓൾസോ ഷീസ് എ തമിലിയൻ, അങ്ങനെ ഒരു കൊച്ച് 13 വർഷം മലയാളമേ സംസാരിക്കാതെ തിരിച്ചു വന്ന ജപമാല മണികൾ പറയാൻ സാധിക്കുക പരിശുദ്ധ അമ്മയുടെ വലിയ അനുഗ്രഹവും എന്താ പറയുക കർത്താവിൻ്റെ വലിയ ദാനമാണെന്ന് ഞാൻ ഇപ്പോഴും മനസ്സിലാക്കുന്നു. ഇവൾ ഭവനത്തിലേക്ക് തിരിച്ചു വന്നതിന് ശേഷം ഞങ്ങൾക്ക് വലിയ ഒരു അത്ഭുതം എന്താണെന്ന് വെച്ചാൽ ഒരു മാസം കഴിഞ്ഞ് അവൾ തിരിച്ചു പോവുകയാണ്, നമ്മുടെ വീട്ടിൽ വന്ന് തിരിച്ചു പോവുകയാണ്. അപ്പോൾ അവൾ എന്നോട് പറഞ്ഞു, നന്ദിയുണ്ട് എന്നെ ഒരു മാസം എൻ്റെ ചേച്ചിയുടെ ഒപ്പം വന്ന് നിൽക്കാൻ പറ്റണേന്നുള്ളത്. അപ്പം ഞാൻ പറഞ്ഞു, എൻ്റെ കയ്യിൽ പരിശുദ്ധ അമ്മയും ഈശോയും ഉണ്ട്, അല്ലാണ്ട് വേറെ സമ്പത്തായിട്ട് എനിക്കില്ല. എൻ്റെ പരിശുദ്ധ അമ്മയും ഈശോയും ഞാൻ നിനക്ക് നൽകുന്നു എന്ന് പറഞ്ഞിട്ട് ഞാൻ അവൾക്ക് 4 ലോക്കറ്റ്, അവൾക്ക് വീടുണ്ട് എന്നാണ് എന്നോട് പറഞ്ഞിരിക്കുന്നത്. അപ്പം 4 കോണുകളിലും വീടിൻ്റെ വെക്കാനായിട്ട് 4 ലോക്കറ്റ്, നിൻ്റെയും നിൻ്റെ കുഞ്ഞുങ്ങളെയും സംരക്ഷിക്കാൻ പരിശുദ്ധ അമ്മയുടെ കൃപാസനം പ്രസാദപര മാതാവിൻ്റെ ലോക്കറ്റ് 4 കൊടുക്കുന്നു. അതല്ലാതെ എനിക്ക് ഫോട്ടോ ആയിട്ട് കൊടുക്കാൻ അവളുടെ കയ്യിലില്ല. അപ്പം നമ്മുടെ കൃപാസനത്തിൻ്റെ പത്രം ഒക്ടോബർ മാസത്തിൽ 2024 എല്ലാ വർഷവും നമുക്ക് മാതാവിൻ്റെ ഫോട്ടോ ഉള്ളതാണ്. ഒക്ടോബർ മാസത്തിൽ ജപമാല റാലി ഉള്ളത് കൊണ്ടുള്ള ഫോട്ടോ ഉള്ള പത്രത്തിൻ്റെ ആദ്യ പേജ് ഞാൻ ഇവൾക്ക് കൊടുത്തിട്ട് പറഞ്ഞു വീട്ടിൽ കൊണ്ടുപോയി വെക്കാൻ പറഞ്ഞു. അപ്പോഴും ഇവളുടെ വീടിൻ്റെ സിറ്റുവേഷനോ ഒന്നും എന്നോട് പറഞ്ഞിട്ടില്ല. അവളുടെ ബുദ്ധിമുട്ടുകളൊന്നും എന്നോട് ഇതുവരെ പറയാതെ എന്നെ കാണാൻ വേണ്ടി മാത്രം. സ്നേഹത്തിന് ഭയങ്കര അർത്ഥമുണ്ടെന്ന് ദൈവം ഇന്നും നമ്മുടെ വചനത്തിലൂടെ പറഞ്ഞു. ദൈവം സ്നേഹമാണ് ഞങ്ങളെ പഠിപ്പിക്കുന്നത്. അതിർത്തി വിട്ട സ്നേഹത്തിലും ദൈവം നമ്മളെ തിരഞ്ഞെടുത്ത് ആ സ്നേഹബന്ധങ്ങളിൽ നമ്മളെ തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കുന്ന ഒരു ദൈവത്തെയാണ് നമ്മൾ ആരാധിക്കുന്നത്, ജീവനുള്ള ദൈവത്തെ. അവിടെ വ്യക്തികളുടെ സ്റ്റാൻഡേർഡോ ക്വാളിഫിക്കേഷനോ ഒന്നുമില്ല, സ്നേഹം മാത്രമേ ഉള്ളൂ. ദൈവം സ്നേഹമാണ്, നത്തിങ് മോർ ദാൻ ദാറ്റ്. അപ്പോൾ അത് കഴിഞ്ഞ് അവൾ തിരിച്ചു പോയി ഉപ്പും കൊടുത്തിരുന്നു. അപ്പോൾ അവിടെ പോയി അവളുടെ ചുമര് പിന്നീടാണ് അറിയുന്നത്. അവൾക്ക് ചുമരൊക്കെ വളരെ ചെറിയൊരു ചുമര് മാത്രമേ ഉള്ളൂ. ആ ചുമരുമേൽ അവൾ നമ്മുടെ മാതാവിനെ, കൃപാസനം പ്രസാദപര മാതാവിനെ വെച്ചു. അത് കഴിഞ്ഞ് 2 മാസം കഴിഞ്ഞ് അവളവിടെ ലോക്കറ്റ് വെച്ചു, പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞ് 2 മാസം കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, എൻ്റെ കൂടെയുള്ള കൊച്ചു പോയതുകൊണ്ട് ഞാൻ പറഞ്ഞു മോൾക്ക് എന്നെ സഹായിക്കാൻ വരാൻ സാധിക്കുമോ എന്ന് പറഞ്ഞു. അവൾ അങ്ങനെ തിരിച്ചു വന്നു കഴിഞ്ഞപ്പോൾ അപ്പോഴും എൻ്റെ വീടിനെ കുറിച്ചൊന്നും അവൾ പറയുന്നില്ല. ഇങ്ങനത്തെ ബുദ്ധിമുട്ടുകളും കുഞ്ഞുമക്കളെയൊക്കെ മദർ ഇൻ ലോൻ്റെ അടുത്ത് ആക്കി, ഭർത്താവുണ്ട്, 3 മക്കളും ഉണ്ട് അവൾക്ക്. അവരെയൊക്കെ ഓരോ സ്ഥലത്ത് ആക്കിയിട്ടാണ് ഞാൻ വിളിച്ചപ്പോൾ അവൾ തിരിച്ചു വന്നത്. അപ്പോഴും അവളുടെ ബുദ്ധിമുട്ടുകളൊന്നും പറയുന്നില്ല. അതാണ് അവളുടെ ആ ഭംഗി, ആ മനസ്സിൻ്റെ സൗന്ദര്യവും. ഇപ്പോൾ ഈ ലോകത്തെല്ലാം ആവശ്യപ്പെടുന്ന ആൾക്കാർക്ക് അവളൊരു എക്സാമ്പിളാണ്. അവൾ പരിശുദ്ധ അമ്മയുടെ മകളായിരിക്കണം, ആയിത്തീരണം എന്നെനിക്ക് ഉറപ്പായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ അവളെ ഇവിടെ നിർത്തിയിട്ട് ഞാൻ മാതാവിൻ്റെ അടുത്ത് അവൾ തിരിച്ചു വന്നു കഴിഞ്ഞ് എനിക്ക് മാതാവിൻ്റെ പ്രാർത്ഥന കഴിഞ്ഞ് കുർബാന കഴിഞ്ഞ് ഞാൻ എൻ്റെ വീട്ടിൽ വന്നപ്പോൾ ജൂലൈ 26-ാം തീയതി എനിക്ക് തോന്നുകയാണ് ഇവളുടെ വീടൊന്ന് കാണണം. അപ്പോൾ ഇവൾക്ക് വീഡിയോ ഒന്നുമില്ല, വീഡിയോനുള്ള ഫോണൊന്നുമല്ല, ടച്ച് ഫോണാണ്. അപ്പോൾ അടുത്തുള്ള വീട്ടിലൊരു കൊച്ചിൻ്റെ കയ്യിൽ നിന്ന് വീഡിയോ
ഈ വീടിൻ്റെ വീഡിയോ ആണ്, ഫോട്ടോ പോലും അല്ല, വീഡിയോ എടുത്തു എനിക്ക് അയച്ചു. അത് കണ്ടപ്പോഴെനിക്ക് ഞാൻ മനസ്സിലാക്കിയത്, ഒരു സ്ത്രീ 2 കുഞ്ഞുമക്കളുമായിട്ട് നിൽക്കുമ്പോൾ മഴ പെയ്യുന്ന കോരി ചൊരിയുന്ന ഒരു വീട്ടിൽ 2 സൈഡിലും വാതിലുകളില്ലാതെ ഒരു വ്യക്തി ജീവിക്കുകയാണ്. എന്നിട്ടും ആ കുറവുകൾ പറയുന്നില്ല. എന്നിട്ട് അപ്പോൾ ആദ്യം എൻ്റെ മനസ്സിൽ വന്നത്, അടച്ചുറപ്പുള്ള മുറി ഉള്ള ഒരു ഭവനം ഒരു സ്ത്രീക്ക് ആവശ്യമാണ്, പ്രത്യേകിച്ച് ചെറുപ്പമായിട്ടുള്ള പെൺകുട്ടികൾക്ക്. അതെൻ്റെ അമ്മ കൊടുക്കണം, അല്ലാതെ വേറെ ഒന്നുമില്ലെന്ന് ഞാൻ പറഞ്ഞു അവിടെ വെച്ച്. അങ്ങനെ എങ്ങനെയോ ഞങ്ങൾ വിചാരിച്ചിട്ട് പോലുമില്ല ആ ഭവനം. അത് ഒരിക്കലും പരിശുദ്ധ അമ്മ അത് നടത്തി. 3 മാസം, ഉടമ്പടിയുടെ 3 മാസത്തിൻ്റെ ടൈം തന്നെയാണ്. അതിൽ അമ്മയുടെ സിഗ്നേച്ചറുണ്ട്. സെപ്റ്റംബർ 3 മുതൽ ഡിസംബർ വരെയുള്ള സമയത്ത് അവൾക്ക് ഒരു ഭവനം പരിശുദ്ധ അമ്മ നൽകി കൊടുത്തു. ഇത് ദൈവത്തിൻ്റെ ഒരു വലിയ ദാനമാണ്. അത് ബാക്കി അവൾ അതിൻ്റെ കാര്യങ്ങളായിട്ട് പറയും. പക്ഷേ ഇപ്പോൾ എന്താണെന്ന് വെച്ചാൽ, ആ ഭവനത്തിൽ അവൾ പാല് കാച്ചാൻ പോവുകയാണ് പൊങ്കലിനെ. ഇപ്പോൾ പോകുമ്പോൾ തിരിച്ചു വരില്ല, അത് അമ്മേൻ്റെ കരങ്ങളിലാണ് വരുന്ന കാര്യമൊക്കെ. കുഞ്ഞുമക്കളൊക്കെ ഉണ്ട്. പക്ഷേ ഒരു കാര്യമുണ്ട്, പൊങ്കലിന് പോണേങ്കാട്ടി മുമ്പ് എൻ്റെ അമ്മയുടെ അടുത്ത് വന്ന് സാക്ഷ്യം പറഞ്ഞിട്ടേ അവൾ പോവുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഇന്ന് അവളിവിടെ ഉടമ്പടി എടുത്തിട്ടുണ്ട്. പക്ഷേ പരിശുദ്ധ അമ്മയുടെ സ്നേഹത്തിലും ഈശോയെ മഹത്വപ്പെടുത്താനും ദൈവം ഇവിടെ തിരഞ്ഞെടുത്ത ഈ നിമിഷത്തെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയുന്നു. അവളുടെ കുഞ്ഞുമക്കളിൽ ഒരാൾ ഇപ്പോൾ പറയുന്നത് മാതാവിൻ്റെ ഉപ്പ് വേണമെന്നാണ്. അതുപോലെ തന്നെ അവൻ തന്നെ അവിടുത്തെ എല്ലാവരുടെ അടുത്തും പറയാം മാതാവിൻ്റെ ഉപ്പ്. അവിടെ മേരിയമ്മ എന്നാണ് പറയുന്നത്. മേരിയമ്മയുടെ ഉപ്പുണ്ടെങ്കിൽ നമുക്ക് എല്ലാ അസുഖങ്ങളും മാറും, നമുക്ക് വീട് കിട്ടും. അപ്പോൾ തൊട്ടടുത്തുള്ള ആൾക്കാരൊക്കെ ഇപ്പം മേരിയമ്മയുടെ ഉപ്പാണ് അവിടെ ചോദിച്ചു വാങ്ങുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ, കൃപാസനത്തിലെ മാതാവ് ഒരു ചെറിയ ഒരു വില്ലേജിലോട്ട് പോയിട്ട് അവിടെ നടത്തിയ അത്ഭുതമാണിത് പറയുന്നത്. വേറെ ഒന്നുമല്ല, പരിശുദ്ധ അമ്മയ്ക്ക് ദർ ആർ നോ ബൗണ്ടറീസ് ഇല്ല. ദേശം താണ്ടി ഓരോ ചെറിയ വില്ലേജസിലേക്കും എത്തിപ്പെട്ട് അവരുടെ വിശ്വാസത്തെ കാത്തു സംരക്ഷിക്കുന്ന യേശുവിനെ എത്തിക്കുന്ന ഒരു വലിയ ദൗത്യം ഈ കുഞ്ഞിനെ ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്നു. അപ്പോൾ ഇപ്പോൾ അവൾ ഉടമ്പടി എടുത്തിട്ടുണ്ട്. പരിശുദ്ധ അമ്മയെ ഈശോയും അവിടെ എത്തിക്കുവാൻ അവളും ഇനി അതിൽ ഇറങ്ങി പ്രവർത്തിക്കുമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അതിനുവേണ്ടി അവളെ ശക്തീകരിക്കാൻ ദൈവത്തിനോട് പ്രാർത്ഥിക്കുന്നു. പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം പരിശുദ്ധ അമ്മയുടെ പ്രസൻസാണ്. പലതവണ ഇവിടെ എനിക്ക് വന്ന് സാക്ഷ്യം പറയാൻ സാധിച്ചിട്ടുണ്ട്. അതിൽ ഇപ്രാവശ്യം ഞാൻ നവംബറിൽ സൗദിയിൽ പോയേക്കായിരുന്നു, ഹസ്ബൻഡ് അവിടെയാണ്. അപ്പം കഴിഞ്ഞ പ്രാവശ്യം സെപ്റ്റംബർ 8 2025 റെയിൻബോ കണ്ടത്. പിന്നെ ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ ഞാൻ മാതാവിനോട് പറഞ്ഞു, അമ്മ എൻ്റെ ബർത്ത്ഡേ ആണ് നവംബർ 13 എനിക്ക് അമ്മയുടെ പ്രസൻസ് എനിക്ക് ഫീൽ ചെയ്യണം. കുറേ നാളായി എൻ്റെ അമ്മേനെ കാണും, എനിക്ക് മഴവില്ലായിട്ട് എൻ്റെ അമ്മേൻ്റെ അടുത്ത് വരണം എന്ന് പറഞ്ഞു. മരുഭൂമിയിൽ എങ്ങനെയാണ് മഴവില്ല് വരുന്നത്? മരുഭൂമിയിൽ മഴവില്ല് വരാൻ സാധിക്കില്ലല്ലോ. അപ്പം ഞാനിവിടെ ഞാൻ സാക്ഷ്യങ്ങൾ കേട്ടിരുന്നു. സിന്ധുവിൻ്റെ മക്കളുടെയും സാക്ഷ്യത്തിൽ ആ കുട്ടിയും കുവൈറ്റിലാണ് ഉള്ളത്. അപ്പോൾ ആ കുട്ടിക്കും ഈ മാതാവിൻ്റെ സാന്നിധ്യം റിഫ്ലക്ഷൻ ഓഫ് റെയിൻബോ പോലെ വരുമായിരുന്നു. മരുഭൂമിയിൽ നമുക്ക് മഴവില്ല് പോലെ വരാനുള്ള വെള്ളമില്ലല്ലോ, അപ്പോൾ റിഫ്ലക്ഷൻ ഓഫ് റെയിൻബോ പോലെ വന്നിരുന്നു. ഒരു ദിവസം ഞാനും ഹസ്ബൻഡും ഞങ്ങൾ അൽഹസ എന്ന് പറഞ്ഞ സ്ഥലത്താണ് താമസിക്കുന്നത്. അപ്പോൾ അവിടെ ചെന്ന് നമുക്ക് ആ വ്യത്യാസം അനുഭവിക്കാനറിയാം. പ്രാർത്ഥനയിലും ഉടമ്പടിയിലും ജീവിക്കുന്ന ഒരു വ്യക്തിക്ക് വിശുദ്ധ കുർബാന സൗദിയിലില്ല, പക്ഷേ എന്നും ഞാൻ ഓൺലൈനിലേ കാണാൻ പറ്റുള്ളൂ. അതേ ഉള്ളൂ അവിടെ ഒരു ഓപ്ഷൻ. അപ്പോൾ എന്നും കുർബാന ഓൺലൈനിൽ കണ്ട് ഞാൻ എൻ്റെ ഉടമ്പടി ജീവിതം തന്നെ അങ്ങനെ തന്നെ മുന്നോട്ട് പോകും. കാരണം എന്തുണ്ടെങ്കിലും ഞാൻ പരിശുദ്ധ അമ്മ ഈശോയെ എത്തിക്കാനുള്ള ആ ഒരു മിഷൻ ഏറ്റെടുത്തൊരു വ്യക്തിയാണ്. അത് എനിക്ക് പറ്റുന്നത്ര ആത്മാർത്ഥയോടെ ചെയ്യാൻ ദൈവം എന്നെ അനുവദിക്കണേ. ഇനിയും എനിക്ക് അമ്മയുടെ മിഷൻ പ്രവർത്തനത്തിൽ പ്രവർത്തിക്കാൻ എനിക്ക് അനുഗ്രഹവും ഭാഗ്യവും നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ഞാനൊരു ദിവസം പുറത്തേക്ക് പോയപ്പം എനിക്ക് അവിടെ സൗദിയിൽ ഞാൻ ഫോട്ടോ എടുത്ത് കഴിഞ്ഞ് ഞാൻ നോക്കുമ്പോൾ എനിക്കിങ്ങനെ മഴവില്ലിൻ്റെ പ്രസൻസാണ് അവിടെ, റിഫ്ലക്ഷൻ ഓഫ് റെയിൻബോ. അപ്പോൾ അമ്മയ്ക്ക് എന്ത് സാധിക്കും? അമ്മ എവിടെയുണ്ട്? ഉടമ്പടി എടുത്ത എല്ലാ മക്കളുടെ കൂടെയും മരുഭൂമിയിലായാലും ഈ ഭൂമിയിലെ ഏത് അതിർത്തിയിലാണെങ്കിലും അമ്മയ്ക്ക് എത്തിപ്പെടാൻ സാധിക്കും. പിന്നെ ഉള്ളത് ഞങ്ങളുടെ ഈ കുഞ്ഞിന് തന്നെ ഈ വെളിച്ചെണ്ണ വീണിട്ട് കയ്യിൽ ഇങ്ങനെ കുമിള പോലെ വന്നിട്ടുണ്ടായിരുന്നു. ഭയങ്കരമായിട്ട് ചൊറിച്ചിലും വേദനയായിരുന്നു. മാതാവിൻ്റെ തൈലം വിശ്വാസ പ്രമാണം ചൊല്ലി ഉപ്പായിട്ട് ഞാൻ അതിൻ്റെ മുകളിൽ പ്രാർത്ഥിച്ച് മാതാവിൻ്റെ ഫോട്ടോൻ്റെ മുമ്പിൽ വെച്ച് ഞങ്ങൾ സന്ധ്യാപ്രാർത്ഥന കഴിഞ്ഞ് ഇട്ട് കഴിഞ്ഞ് ഉപ്പ് ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ പൊള്ളുന്ന അനുഭവമാണ്, അല്ലെങ്കിൽ എരിയുന്ന അനുഭവമാണ്.
ഇവൾക്ക് തണുക്കുന്നതാണ്. അത് അവൾ തന്നെ അത് പറയും. പിന്നെ അവൾക്ക് കിട്ടിയ അനുഗ്രഹങ്ങളെക്കുറിച്ച് അവൾ നന്ദി പറയും. ഇതൊക്കെയാണ് ഞങ്ങളുടെ ജീവിതത്തിൽ നടന്നത്. ഇതിൽ കാണുന്ന ഒരു കാര്യം സങ്കീർത്തനം 145:16 അവിടുന്ന് കൈ തുറന്നു കൊടുക്കുന്നു, എല്ലാവരും സംതൃപ്തരാകുന്നു എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് എൻ്റെ ദൈവത്തിനെ ഒരുപാട് മഹത്വപ്പെടുത്തി ഈ നൽകിയ ഓരോ അനുഗ്രഹങ്ങളെ പ്രതി നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ സാക്ഷ്യം ഇവിടെ അവസാനിപ്പിക്കുന്നു. എൻ്റെ കൂടെയുള്ള കൊച്ചു സാറുള്ള അവൾക്ക് കിട്ടിയ അനുഗ്രഹങ്ങൾ പറയും. അറിയില്ല, ഞാൻ തമിഴ്നാട്ടിൽ നിന്നാണ് വന്നേക്കണത്. വീട് കിട്ടിയതിന് നന്ദി പറയാൻ വേണ്ടി വന്നതാണ് മാതാവിൻ്റെ അടുത്ത്. ഞാൻ വീടില്ലാണ്ടിരിക്കുമ്പോൾ ഞാൻ ചേച്ചിയുടെ അടുത്തേക്ക് വന്നപ്പോൾ ചേച്ചി പറഞ്ഞു, എൻ്റെ ഏറ്റവും വലിയ ഗിഫ്റ്റാണ് എൻ്റെ അമ്മ, നിനക്ക് ഞാനത് തരുന്നു, നീ എൻ്റെ വീട്ടിൽ കൊണ്ടുപോക്കോ, ഉപ്പിടുന്നു പറഞ്ഞു. ചേച്ചി തന്നപ്പോൾ ഞാൻ വെറുതെയാണ് അത് കൊണ്ടുപോയത്. ചേച്ചി പറഞ്ഞതുകൊണ്ട് ഞാൻ കൊണ്ടുപോയിട്ട് മാതാവിൻ്റെ 4 ലോക്കറ്റ് 4 മൂലയിൽ വെച്ചിട്ട് ഉപ്പിട്ടു. പ്രാർത്ഥിച്ചൊന്നുമില്ല, വെറുതെ ഇട്ടത്. ചേച്ചി പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് 1 മാസം കഴിഞ്ഞിട്ട് ഞാൻ തിരിച്ച് ചേച്ചിയുടെ അടുത്തേക്ക് തന്നെ വന്നു. ചേച്ചി പറഞ്ഞു, ആദ്യമായിട്ട് വരുമ്പോൾ ഈ അമ്മയുടെ ഫോട്ടോ ചേച്ചിയുടെ വീട്ടിൽ ഫ്രണ്ടിൽ തന്നെ ഉണ്ട്. അപ്പോൾ ചേച്ചി പറഞ്ഞു മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിച്ചിട്ട് കയറാൻ. ആ പ്രാർത്ഥന എന്താണെന്ന് അറിഞ്ഞൂടെ എനിക്ക് എങ്ങനെ പറയേണ്ടതെന്ന് അറിയില്ല. അത്രയും തന്നു. ഒരു ചെറിയ വീട്ടിൽ ഞാൻ എൻ്റെ കുഞ്ഞുങ്ങളെ വെച്ച് ഞാൻ കഷ്ടപ്പെട്ടതിന് മാതാവ് ഇപ്പം എനിക്ക് ഏറ്റവും വലിയ വീട്, ഏറ്റവും വലിയ ഗിഫ്റ്റാണ് തന്നേക്കണം. അതിനെ നന്ദി പറയാൻ വേണ്ടിയിട്ടാണ് ഞാനിവിടെ വന്നത്. ഞാൻ ഉടമ്പടിനെ കുറിച്ചൊന്നും എനിക്ക് അറിയില്ലായിരുന്നു. ചേച്ചിയുടെ വീട്ടിൽ ചേച്ചി 2 പ്രാവശ്യം പ്രാർത്ഥിക്കും, കാലത്തും വൈകിട്ടും. ചേച്ചി ഓരോന്ന് പറയും എന്നോട് ഉടമ്പടിനെ കുറിച്ച്, പക്ഷെ എനിക്കൊന്നും അറിയില്ല. പക്ഷെ ചേച്ചി പറഞ്ഞു, നീ വിശ്വസിച്ച് പ്രാർത്ഥിച്ചാൽ എനിക്ക് എന്തും കിട്ടും, എൻ്റെ അമ്മ എനിക്ക് തരും എന്ന് പറഞ്ഞാൽ ആ അമ്മനെ എൻ്റെ കയ്യിൽ തന്നപ്പോൾ ഞാൻ വെറുതെ വാങ്ങിച്ച് ഞാൻ വെച്ചത്. പക്ഷേ എനിക്ക് ആ അമ്മ എന്നെ ഏറ്റവും വലിയ വീടും ഏറ്റവും വലിയ നന്ദി പറയാൻ വേണ്ടിയിട്ടാണ് ഞാനിവിടെ വന്നേക്കുന്നത്. ഞാൻ 13 വർഷം കഴിച്ചിട്ടാണ് ചേച്ചിനെ തിരിച്ച് കണ്ടത്. എൻ്റെ മോന് വയ്യാണ്ടായപ്പോൾ ഇവരെക്കുറിച്ച് നമ്പർ ഒന്നും കിട്ടിയില്ല എനിക്ക്. അപ്പോൾ ഞാൻ എൻ്റെ ചേച്ചിനെ വിളിച്ചപ്പോൾ എൻ്റെ ചേച്ചിയുടെ മുമ്പ് ഇവരുടെ ആൻറ്റിയുടെ നമ്പർ തന്ന് പിന്നെയാണ് ചേച്ചിയുടെ നമ്പർ എനിക്ക് തന്നത്. അങ്ങനെ എനിക്ക് ഒരുപാട് നന്ദി എൻ്റെ മാതാവിൻ്റെ അടുത്ത്. 13 വർഷം കഴിച്ച് ഞാൻ തിരിച്ചിവിടെ വന്ന് 13 വർഷം ഞാൻ കഷ്ടപ്പെട്ടതിന് മാതാവ് എനിക്ക് ഈ 2025 തന്ന ഏറ്റവും വലിയ ഗിഫ്റ്റാണ് എൻ്റെ വീട്. എൻ്റെ കൈ കൊപ്പിൽ ഇതായപ്പോൾ ഭയങ്കരമായിട്ട് ചോറിഞ്ഞോണ്ടിരിക്കുകയാണ്. ചേച്ചി ഞാൻ പ്രാർത്ഥിക്കും. അപ്പം ഞാൻ ചോറിഞ്ഞോണ്ടിരിക്കുമ്പോൾ ചേച്ചി ചോദിച്ചു, എന്താണ് ഈ ചോറിഞ്ഞോണ്ടിരിക്കുന്നത്? അപ്പം ഞാൻ പറഞ്ഞു, ഇങ്ങനെ ആയി ചേച്ചിന്ന്. ഉപ്പിട്ടിട്ട് ഞാൻ ചേച്ചി മാതാവിൻ്റെ എണ്ണ ഉപ്പിട്ട് തന്നിട്ട് ഞാൻ ഇരുന്നപ്പോൾ ചേച്ചിയൊക്കെ എന്താണ് എനിക്ക് ഒന്നുമില്ലെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ കൈ തണുത്ത പോയിരുന്നത്. എങ്ങനെയാണ് പറയേണ്ടതെന്ന് എനിക്കറിയില്ല. പക്ഷേ ഈ മാതാവിന് ഒരുപാട് നന്ദിയുണ്ട്. ഇപ്പം ഞാൻ മാതാവിനും കൊണ്ട് തിരിച്ച് ഞാൻ എൻ്റെ വീട്ടിൽ പോവാം. ആദ്യം ഞാൻ ഒരു ചെറിയ പത്രത്തിലുള്ള ഫോട്ടോ മാത്രമാണ് കൊണ്ടുപോയത്. ഇന്ന് ഞാൻ മാതാവിൻ്റെ ഏറ്റവും വലിയ ഫോട്ടോ കൊണ്ട് എൻ്റെ വീട്ടിൽ പോകണത്. ഞാൻ നന്ദിയുണ്ട്, ഒരുപാട് നന്ദിയുണ്ട്. ഈശോനും മാതാവിനും ഒരുപാട് നന്ദിയുണ്ട്. എനിക്ക് എങ്ങനെ പറയേണ്ടതെന്ന് അറിയില്ല.